ആശ്രയിച്ച് ഇന്ന് ഇവിടെ വചനം ശുശ്രൂഷിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ഓക്കെ. അപ്പോ ഞാനാണ് 2-3 ദിവസം മുമ്പേ ആന്റി എന്നോട് ഇത് അറിയിച്ചായിരുന്നു. ഇതുപോലെ മോനെ ഇത് മീറ്റിംഗ് മെസ്സേജ് പറയാമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ആ സമയത്ത് സത്യം പറഞ്ഞ എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. എന്തോ പറയുന്നേ, എന്തോ സംസാരിക്കുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പൊ ഇന്നലെ ഞായറാഴ്ച ആണ് ഞാൻ അവിടെ ചർച്ചിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത് എന്ത് പറയണം, എന്തോ സംസാരിക്കണ്ടേ, എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു കാര്യം സംസാരിക്കണമല്ലോ എന്നിങ്ങനെ ഓർത്ത് ദൈവം ഞാൻ എന്ത് സംസാരിക്കണം എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ പെട്ടെന്ന് ആഹ് ദൈവഹിതത്തെ പറ്റി എന്റെ മനസ്സിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അപ്പോ ഞാൻ ഓർത്തു ഓക്കെ, ദൈവഹിതം എന്താണ്, എങ്ങനെയാണ്, അതിന്റെ ആഴം എത്രയാണെന്ന് ആൾക്കാർക്ക് എനിക്ക് എന്റെ അനുഭവത്തിലൂടെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ എന്റെ മനസ്സിനോട് ഇടപെട്ടു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ദൈവഹിതത്തെ പറ്റി സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ദൈവഹിതം ദൈവഹിതം എന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിന്റെ ഡീപ്നെസ്സിനെ പറ്റിയോ ആഴത്തെ പറ്റിയോ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ഒരു അറിവില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. നമ്മുടെ ജീവിതത്തില് ടെൻഷന്, പ്രശ്നങ്ങള് ഇതൊന്നും നമുക്ക് ഉണ്ടാകാനുള്ള ചാൻസ് തീരെയില്ല. പക്ഷെ അതിനെപ്പറ്റി നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ഒരു ഒരു അറിവില്ലാത്തതാണ് സത്യത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അപ്പം ഫസ്റ്റ് കുറുവാക്യമായിട്ട് ഞാൻ തന്നെ അങ്ങ് വായിക്കുക കേട്ടോ. പരമാവധി ടൈം സേവ് ചെയ്യണമല്ലോ. അപ്പം ദൈവത്തിൽ ആശ്രയിച്ച് സ്റ്റാർട്ട് ചെയ്യുവാണേ. മത്തായി 7:21 അതാണ് കുറിവാക്യമായിട്ട് ഇന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പം നമ്മള് നമ്മുടെ സ്വയനീതീകരണത്തിലോ അല്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്തു എന്നുള്ള രീതിയിലോ അല്ല, നമ്മുടെ പ്രവൃത്തിയുടെ വലിപ്പം കൊണ്ടോ അല്ല നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്. ഒരിക്കലും അതല്ല നമ്മുടെ സ്വർഗം തീരുമാനിക്കുന്നതും അതല്ല അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പം ഇതിൻ്റെ അകത്ത് ദൈവ ഇഷ്ടം ചെയ്യുന്നവനത്രേ, പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. ഇപ്പൊ പിതാവിന്റെ ഇഷ്ടം എന്താണ്? പിതാവിന്റെ ഇഷ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ബൈബിള് പഠിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ സ്നാനപ്പെടുന്നതോ മാനസാന്തരപ്പെടുന്നതോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കുന്നതോ അല്ലെ സഭയുടെ ചട്ടങ്ങൾ അനുസരിച്ച് പോകുന്നതോ അവിടെ കൊണ്ട് തീരുന്നതല്ല ദൈവ ഇഷ്ടം. ദൈവ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ ഇൻസ്റ്റന്റിലും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും ദൈവഹിതപ്രകാരമുള്ളതായിരിക്കണം. അതിന് ശരിക്കും പറഞ്ഞാൽ അതിനു വേണ്ടിയാണ് നമുക്ക് പരിശുദ്ധാത്മാവ് എന്ന ദാനം ദൈവം നമുക്ക് തന്നേക്കുന്നത്. ഓരോ ഇൻസ്റ്റൻസിലും നമുക്ക് ഒരു കൗൺസിലറായിട്ട് നമ്മുടെ കൂടെ എന്താ പറയാ, നമുക്കൊരു കാര്യസ്ഥനെയാണ് തന്നേക്കുന്നത്. നമ്മുടെ ഓരോ കാര്യത്തിലും ദൈവം ഇടപെട്ടുകൊണ്ടേയിരിക്കുക. അപ്പൊ ആ ഓരോ ഇൻസ്റ്റന്റിലും നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ ദൈവഹിതമാണോ അല്ലയോ എന്ന് എപ്പോഴും നമ്മൾ ചോദിച്ചറിഞ്ഞുകൊണ്ടേ ഇരിക്കണം. എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ദൈവഹിതം എന്താണ്, എങ്ങനെയാണ്, അതിനെ എങ്ങനെ മനസ്സിലാക്കാം, അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം സഹായിക്കട്ടെ. അപ്പോ ദൈവഹിതം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത് കൊണ്ട് ഒറ്റയടിക്ക് തീരുന്ന ഒരു കാര്യമല്ല ദൈവഹിതം. ഓരോ ഇൻസ്റ്റന്റിലും ഇപ്പൊ നമുക്ക് ഒരു ജോലിയെ പറ്റി അല്ലെങ്കിൽ നമുക്കൊരു ജോലി നേടണമെന്നൊരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ എടുക്കുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ എല്ലാം ഏതിനും അത് നമ്മുടെ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പർപ്പസായിട്ട് അലൈൻമെന്റ് ഇല്ലെങ്കിൽ പോയി, അത് ദൈവഹിതമല്ല. ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു ഒരു ഉദ്ദേശമുണ്ട്, നമ്മളെ കുറിച്ചൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസിനനുസരിച്ചായിരിക്കും ദൈവം നമ്മുടെ ജീവിതം ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ജീവിതം നടന്ന് മുമ്പോട്ട് പോകണമെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് പ്ലാൻ അല്ലെ ഡിസൈൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ തന്നെ ആയിരിക്കും. അപ്പം അതിനനുസരിച്ച് പോവുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പം നമ്മൾ ആ അലൈൻമെന്റിൽ തന്നെ ആണോ പോകുന്നത്, അതോ പലപ്പോഴും നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരമാണോ പോകുന്നത് അല്ലയോ എന്ന് നമ്മൾ നിരന്തരം പരിശോധിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് അതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത്. അതാ നമ്മൾ എപ്പോഴും ദൈവത്തോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്, ദൈവമേ ഞാൻ ഇതാണോ ചെയ്യേണ്ടത്, അതാണോ ചെയ്യേണ്ടത്, ദൈവം എന്താ ആഗ്രഹിക്കുന്നത്, ദൈവഹിതമാണെങ്കിൽ മാത്രം ഇത് സംഭവിക്കണം, ദൈവഹിതമാണെങ്കിൽ മാത്രം അത് നടക്കണം. ഇങ്ങനെ നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ,
ഏഹ് നമ്മുടെ ഇഷ്ടങ്ങളാണ് നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത്, നമ്മുടെ ആഗ്രഹങ്ങളാണ് ചോദിക്കുന്നത്. ദൈവമേ എനിക്കിത് വേണം. നമ്മൾ ആഗ്രഹം ചോദിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, അധികം ആൾക്കാർ ശ്രദ്ധിക്കത്തുമില്ല. എല്ലാ എല്ലാ മിക്കപ്പോഴും ആൾക്കാർ പറയുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം എനിക്ക് ഉത്തരം തരുന്നില്ലെന്നാ. പക്ഷെ അങ്ങനെയല്ല. 3 ഉത്തരം കിട്ടും. പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഈ 3 ഉത്തരം പ്രതീക്ഷിച്ചിട്ട് പ്രാർത്ഥിക്കാവൂ. ഒന്നെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ, അല്ലെങ്കിൽ വെയിറ്റ്. ഈ 3-ൽ ഏതെങ്കിലും ഒന്ന്. ഒന്നെങ്കിൽ നമ്മൾ ചോദിക്കുന്ന കാര്യം തരാം, അപ്പോൾ തന്നെ കിട്ടും. നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ ദൈവം നമുക്ക് തരും. അല്ലെങ്കിൽ നോ ആയിരിക്കും, മുഖത്തടിച്ച പോലെ നടക്കത്തില്ല എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും ദൈവം ചെയ്യുന്നത്. നമ്മൾ ചോദിച്ച ആഗ്രഹം നടക്കത്തില്ല. മൂന്നാമത്തേത് വെയിറ്റ്. നിനക്ക് കിട്ടാറായിട്ടില്ല, നീ വെയിറ്റ് ചെയ്, എന്റെ സമയത്ത് ഞാൻ നിനക്ക് തരാം. ഈ 3-നും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഈ 3-ഉം നമ്മുടെ ജീവിതത്തിനും നമ്മുടെ നിത്യതയ്ക്കും ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അതിനനുസരിച്ചേ ദൈവം നമുക്കിത് തരത്തുള്ളൂ. ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ നിത്യതയ്ക്കോ നമ്മുടെ ജീവനോ ആവത്തുള്ള കാര്യങ്ങൾ ദൈവം നമുക്ക് തരത്തില്ല. നമ്മൾ എത്ര നിർബന്ധം പിടിച്ചാലും ദൈവം നമുക്ക് തരത്തില്ല. ദൈവം നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നോ, നമ്മൾ എത്രത്തോളം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നോ, അത്രമാത്രം ദൈവം നമ്മുടെ ആ ആഗ്രഹം നടക്കാതിരിക്കാനേ നോക്കത്തുള്ളൂ. നമുക്ക് അത് എത്ര ഡെസ്പറേറ്റ് ആയിട്ട് നമ്മൾ ആഗ്രഹിച്ചാലും അത് ദൈവം തരത്തില്ല. അപ്പം നമ്മൾ ദൈവത്തോട് വാശി പിടിക്കാതെ ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പാർട്ട് നമുക്ക് ഒഴിവാക്കാം. അപ്പോഴാണ് നമുക്ക് ടെൻഷൻ വരുന്നത്, നമ്മൾ പ്രാർത്ഥിച്ച കാര്യം നേടാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ ഇന്ന പോലെ ചോദിച്ചു, ദൈവം എനിക്ക് ഉത്തരം തരുന്നില്ല, എന്താ ഇങ്ങനെ, ഞാൻ ഇന്ന ജോലി ഞാൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഇന്ന പഠിത്തം ഞാൻ ആഗ്രഹിച്ചു, ഇന്ന സ്ഥലത്ത് പോകാൻ ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ ദൈവം സമ്മതിക്കുന്നില്ല. എല്ലാത്തിനും തടസ്സം, എല്ലാ രീതിയിലും ദൈവം അവിടുന്ന് പൂർണ്ണമായിട്ട് എന്നെ മാറ്റിക്കളയാം, എന്നെ വേറൊരു സ്ഥലത്തോട്ടാണ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ? ദൈവം നമ്മളെ അവിടുന്ന് മാറ്റി, ദൈവം നമുക്ക് അതിനെക്കാട്ടി ഇമ്പോർട്ടന്റ് ആയിട്ടും അതിനെക്കാട്ടി പ്രയോജനകരമായിട്ടുള്ള മറ്റൊരു ഒരു ഒരു മേഖലയോട്ടായിരിക്കും ദൈവം നമ്മളെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബോധം നമുക്കില്ല. നമ്മൾ ആ സമയത്ത് ഫുള്ളി ഫോക്കസ് ചെയ്തേക്കുന്നത് നമ്മുടെ ആഗ്രഹത്തിലാണ്. അപ്പൊ സംഭവിക്കുന്ന കാര്യം എന്തുവാ? നമുക്കത് കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ടെൻഷന് കാരണമാകും, അത് നമുക്ക് വിഷമത്തിന് കാരണമാകും. അതാണ് നമ്മളെ ഈ ഉരുട്ടുന്ന മൊത്തം. പരമാവധി സാത്താൻ അതങ്ങ് ഉപയോഗിക്കും. സാത്താൻ അത് ശരിക്കങ്ങ് ഉപയോഗിക്കും. സാത്താൻ അതിട്ട് നമ്മളിട്ട് വട്ടം കറക്കും. കണ്ടോ, നീ ചോദിച്ചിട്ട് ദൈവം ഇത് തന്നില്ല, കണ്ടോ ദൈവത്തിന് നിന്നെ ഇഷ്ടമല്ല. എന്തൊക്കെ വിധത്തിലുള്ള നെഗറ്റീവ് ചിന്ത കൊണ്ടിടാമോ ആ സമയത്ത് അത് മൊത്തം കൊണ്ടുവന്ന് വാരി അടിക്ക് ചുറ്റും അങ്ങ് വെക്കും. ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്ന വചനമോ വാക്കോ അല്ലെ മറ്റൊരാൾ പറയുന്ന കാര്യങ്ങളോ നമ്മളെ അതിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്ന ഒരു കാര്യവും നമ്മുടെ ചെവിയിലോട്ടോ നമ്മുടെ മനസ്സിലോട്ടോ നമ്മുടെ ഹൃദയത്തിലോട്ടോ എത്താൻ സാത്താൻ സമ്മതിക്കത്തില്ല. മനസ്സിലായോ? അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്താ? നമ്മൾ തന്നെയാണ് ഈ കെണിക്ക് കാരണം. ആ സമയത്ത് നമ്മുടെ ആഗ്രഹം അങ്ങോട്ട് പ്രൊജക്ട് ചെയ്യാൻ നോക്കാതെ ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്, ദൈവത്തിനെ കുറിച്ചുള്ള ഉദ്ദേശം എന്താണ്, ഞാൻ ആഗ്രഹിക്കുന്നതിലും വലുതാണോ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നതിനെ സേഫ് ആണോ എന്ന് നമ്മൾ പരിശോധിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം മുഴുവൻ ഒഴിവാക്കാം. സാത്താന് നമ്മളെ പരീക്ഷിക്കാനുള്ള ഗ്യാപ്പും കിട്ടത്തില്ല. പക്ഷെ ആ ഒരു പാർട്ട് ആൾക്കാർ ഓർക്കാറില്ല. നമ്മുടെ ആഗ്രഹം നമ്മളങ്ങ് ചോദിക്കും. അത് നടന്നില്ലെങ്കിൽ, അല്ലാതെ നടക്കുന്നില്ല എന്ന് കാണുമ്പോഴത്തേക്കിന് ടെൻഷനാ. അയ്യോ, ഞാൻ ആഗ്രഹം ചോദിച്ചിട്ട് ഇത് ശരിയായ രീതിയിലല്ലോ പോകുന്നത്, ഇത് ഇങ്ങനല്ലല്ലോ പോകേണ്ടത്, ഞാൻ ഈ പ്രോസസ്സിങ്ങിന് കൊടുത്തു, ഇത് നടന്നില്ലെങ്കിൽ ഇനി അടുത്തത് നടക്കത്തുള്ളൂ, ഇനി ജീവിതത്തിൽ നടക്കത്തില്ല. ഇങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഏതൊക്കെ മേഖലയാണെന്ന് ഞാൻ പറയുന്നില്ല. അത് എല്ലായിടത്തും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പഠിത്തമാണേലും, നമ്മുടെ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളാണേലും, നമ്മുടെ ജോലി സ്ഥാനമാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ വിവാഹ ബന്ധമാണെങ്കിലും, അങ്ങനെ പല മേഖലയുണ്ട്. അവിടെ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന പല മേഖലയുണ്ട്. ഇവിടെ എല്ലാം ദൈവം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ പലതിൽ നിന്നും ദൈവം നമ്മളെ പുറമോട്ട് മാറ്റും, പലതിലോട്ട് നമ്മളെ കൊണ്ടെത്തിക്കും. ചിലപ്പോൾ നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഭാഗം ചിലപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് ഇഷ്ടമായിരിക്കത്തില്ല. എനിക്കിതല്ലായിരുന്നു വേണ്ടേ, എനിക്ക് അതായിരുന്നു വേണ്ടേ. പക്ഷെ ദൈവത്തിനെ അറിയത്തുള്ളൂ അതിന്റെ ഫ്യൂച്ചർ എവിടം വരെയാ പോയി നിൽക്കുന്നത്, എങ്ങോട്ടാ അത് പോകുന്നത്, ഇതിനെപ്പറ്റിയെല്ലാം ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ ആ പാർട്ട് മനസ്സിലാക്കാതെ ആൾക്കാര് എന്ത് ചെയ്യും? അവരുടെ ബുദ്ധി എത്തുന്ന, അല്ലെങ്കിൽ ആൾക്കാരുടെ ബുദ്ധി, നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്ത എത്തുന്ന ഒരു 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 ലിമിറ്റ് ഉണ്ട്. അവിടം വരെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, എന്റെ മമ്മിയുടെ കാര്യം തന്നെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാം. മമ്മി ഫസ്റ്റ് ഖത്തറിലെ ജോലി കിട്ടിയ സമയത്ത് മമ്മിക്ക് ക്ലിനിക്കൽ ഇമേജിങ്ങിൽ ജോലി കിട്ടി. പക്ഷെ മമ്മിക്ക് മറ്റേ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ മമ്മിക്ക് ജോലി കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം അവിടെ സാലറി കൂടുതലാണ്. അപ്പൊ മമ്മി അവിടുത്തെ ഇന്റർവ്യൂവിന് പോയി. മമ്മി ദൈവത്തോട് പരമാവധി പ്രാർത്ഥിച്ചു, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു പോയി.
ഇന്റർവ്യൂവിന് കിട്ടിയില്ല, പാസ്സായില്ല. അപ്പൊ മമ്മി ഭയങ്കരമായിട്ട് ഭാരപ്പെട്ടു. അതെന്താ ദൈവമേ അങ്ങനെ, എനിക്ക് ഇത്ര കാര്യം ശരിയാണ്, പൈസയുടെ ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തികമായിട്ട് അത്രയും ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്താണ് മമ്മിക്ക് ഈ ജോലി കിട്ടുന്നതും മറ്റേ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് അത് കിട്ടാതെ പോകുന്നത്. അപ്പം യഥാർത്ഥത്തില് ആ സമയത്ത് മമ്മി ഭയങ്കര ഡെസ്പറേറ്റ് ആയിരുന്നു. എനിക്കത് കിട്ടിയില്ലല്ലോ. അവിടെ ആണെങ്കിൽ ഇന്റർവ്യൂ ചെയ്തവര് മലയാളികളുമാണ്. അപ്പൊ മമ്മിയുടെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ആ മലയാളികളാണല്ലോ, അപ്പൊ നമുക്കൊരു ഒരു കൺസിഡറേഷൻ കാണും എന്നുള്ള രീതിയിൽ മമ്മിയുടെ മനസ്സിൽ പല ആഗ്രഹങ്ങളും മമ്മി ഇങ്ങനെ ആ, ആക്കി വെച്ചിരുന്നു. പക്ഷെ എന്ത് പറ്റി, ആ ജോലി കിട്ടിയില്ല. അപ്പൊ മമ്മിക്ക് വിഷമായി, ഞാനിത് ചോദിച്ചിട്ട് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ഇതിലായിപ്പോയി. അങ്ങനെ മമ്മി കിട്ടിയ ജോലിയിൽ കയറി. ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് കഥ മാറി. ആ കാര്യം ശരിയാണ്, ഇവിടത്തേനെക്കാട്ടി സാലറി കുറവായിരുന്നു ക്ലിനിക്കൽ ഇമേജിംഗിൽ. പക്ഷെ അവിടെ ആണെങ്കിൽ മമ്മിക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ട, ജോലി ഭാരം അധികം ഇല്ല. മറ്റേനെ കമ്പയർ ചെയ്യുമ്പോൾ മമ്മിക്ക് എപ്പോഴും എപ്പോഴും എമർജൻസി ആയിട്ട് ഓടിപ്പോകേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ സാലറി കുറവാണ്, ആ ഒരൊറ്റ പ്രശ്നമേ ഉള്ളായിരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ ഡിപ്പാർട്ട്മെന്റിലെ സാലറിയും ഇവിടുത്തെ സാലറിയും ഒരേപോലെ ആയി. മനസ്സിലായി? ഈ കാര്യം നമുക്കറിയാവോ? പക്ഷെ ദൈവത്തിന് അറിയാം. നമ്മളെ ആ ഒരു മാസത്തെ ആ ഒരൊറ്റ സ്ട്രഗിൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോ രണ്ടും സാലറി സെയിം ആയി. പക്ഷെ അപ്പുറത്ത് കഷ്ടപ്പാട് കൂടുതലാണ്. മനസ്സിലായി? ഇതൊരു ഒറ്റ എക്സാമ്പിൾ മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താ, നമ്മുടെ ചിന്ത എത്തുന്ന ഒരു ലെവലുണ്ട്. ഇപ്പൊ മമ്മി ചിന്തിച്ചത് സാലറിയുടെ അവിടം വരെ മാത്രമേ മമ്മി ചിന്തിച്ചുള്ളൂ. അവിടെ സാലറി കൂടുതലാണ്, ഇവിടെ സാലറി കുറവാണ്. ഇത്ര മാത്രം മമ്മി ചിന്തിക്കുന്നുള്ളൂ. അവിടുത്തെ കഷ്ടപ്പാടിനെ പറ്റിയോ അല്ലെങ്കിൽ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യണോ ഉള്ളതിനെ പറ്റിയോ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലായിരുന്നില്ല. അപ്പൊ ആലോചിച്ച് നോക്ക്, ഇത് തന്നെയല്ലേ നമ്മളും ചെയ്യുന്നത്. നമ്മളും പല കാര്യങ്ങള്, നമ്മള് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം, ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇന്ന രാജ്യത്ത് പോകണം നമ്മൾ ആഗ്രഹിക്കുക. അതും മമ്മിക്ക് എക്സാമ്പിളാണ്. മമ്മി കുവൈറ്റിൽ പോകാനാണ് ആഗ്രഹിച്ച, ദൈവം കൊണ്ടുപോയത് ഖത്തറിൽ. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നതിനെക്കാട്ടി എന്തുകൊണ്ടും ബെറ്റർ, എല്ലാ രീതിയിലും ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷനിലോട്ട് അല്ലെങ്കിൽ ഒരു സ്ഥാനത്തോട്ട് ദൈവം നമ്മളെ വിടത്തുള്ളൂ. അത് ദൈവ മക്കൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്, അതാണല്ലോ റോമർ 8:28 പറയുന്നത്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്ക് കൂടി വ്യാപരിക്കുന്നു. പക്ഷെ ആ ഒരു പാർട്ട് നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. കേൾക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അക്സെപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ സകലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളായാലും നമ്മൾ പ്രശ്നങ്ങളിൽ നിന്ന് തെറ്റിദ്ധരിക്കുന്ന കാര്യങ്ങളായാലും ഇത് എല്ലാം ഒരു ഗ്രേറ്റർ ഗുഡിലോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനോ ഒരു ബുദ്ധിമുട്ടുണ്ട്. അവിടാണ് ശരിക്കും നമ്മൾ ബുദ്ധിമുട്ടുന്നത്, നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ വിഷമിക്കുന്നത് എല്ലാം. യഥാർത്ഥത്തിൽ ദൈവമാണോ നമ്മളെ വിഷമിപ്പിക്കുന്നത്? അല്ല. സാത്താനാണോ വിഷമിപ്പിക്കുന്നത്? അതുമല്ല. ആര് കാരണമാണ് ശരിക്കും വിഷമിക്കുന്നത്? നമ്മൾ തന്നെ കാരണം. ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി വിട്ടുകൊടുത്തിരുന്നെങ്കിൽ, ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് ആദ്യമേ മനസ്സിലാക്കി അതിനനുസരിച്ച് പോകാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ വിഷമങ്ങളും ഈ പറഞ്ഞ ടെൻഷനുകളും എല്ലാം ഒഴിവാക്കാൻ പറ്റും. എല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പം അത് ഇപ്പൊ ഞാനിപ്പോ ഇത് നിങ്ങളോട് വന്നിട്ട് അഡ്വൈസ് പോലും പറയുന്നതിന്റെ അകത്ത് അർത്ഥമില്ല. ഞാനത് പാലിച്ചാലല്ലേ പറ്റത്തുള്ളൂ. ഞാനിപ്പോ പാലിക്കുന്ന കാര്യം അതാ. ദൈവം എന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കിയതോടുകൂടി എന്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ ഇൻസ്റ്റൻസിലും ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അത് ദൈവത്തിന്റെ ഹിതപ്രകാരമാണ് നടക്കുന്നതെന്നുള്ള ഒരു തിരിച്ചറിവ് വന്നതിന് ശേഷം സത്യം പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്കൊന്നുമില്ല. നേരത്തെ എനിക്ക് ആഗ്രഹങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എനിക്ക് അത് കിട്ടണം, ഇത്ര മാർക്ക് കിട്ടണം, ഇന്ന പരീക്ഷയ്ക്ക് ജയിക്കണം, അത് വേണം, ഇത് വേണം. പക്ഷെ ഇപ്പം ഞാനൊരു പരീക്ഷയ്ക്ക് എഴുതാൻ പോയി, എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ആ പരീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ എത്രമാത്രം പ്രയോജനം ഉണ്ടെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവഹിതമാണെങ്കിലേ ജയിക്കാവുന്ന. ദൈവഹിതം അല്ലെങ്കിൽ അത് തോറ്റു പോണമെന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. തോറ്റിട്ടും ഉണ്ട്. അത് വേറൊരു പാർട്ട്. അപ്പം ഒരു പ്രാവശ്യം തോറ്റെന്ന് പറഞ്ഞു, ഓ ഞാൻ ഇനി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണോ തോറ്റെ എന്നൊരു ചിന്ത എനിക്കില്ല. നെക്സ്റ്റ് പരീക്ഷ വരുമ്പോൾ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കും. യഥാർത്ഥമായിട്ട് ഞാൻ എന്നെ ആ ഒരു എക്സാം ഞാൻ ജയിച്ച് കയറി പോയിരുന്നെങ്കിൽ എനിക്ക് നെക്സ്റ്റ് പാർട്ടിലോട്ട്, എനിക്ക് അടുത്ത ഹയർ സ്റ്റഡീസിലോട്ട് എനിക്ക് പോകാം. പക്ഷെ ആ സമയത്ത് ഇപ്പുറത്ത് വേറൊരു കൂട്ടർ നിപ്പുണ്ട്, എന്റെ പേരൻസ്. അവരെ ദൈവം ഒരു വാഗ്ദത്ത ദേശത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചേക്കുക. അവരെ അവിടെ കൊണ്ടുപോയിട്ട് ദൈവത്തിന് ഒരുപാട് വലിയ കാര്യങ്ങളുണ്ട്. എന്റെ പഠിത്തത്തിന്റെ കാര്യം മുമ്പ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവരാ പോക്ക് ക്യാൻസൽ ചെയ്യും. എന്റെ സാമ്പത്തികം, എനിക്ക് വേണ്ടിയുള്ള സാമ്പത്തികം നേടാൻ വേണ്ടി അവരാ പോക്ക് ക്യാൻസൽ ചെയ്യും. അത് ദൈവത്തിന് അറിയാം. അപ്പൊ എന്ത് ചെയ്ത് എന്നെ അവിടെ അങ്ങ് സ്ലോ ആക്കി, എന്നെ അവിടെ സ്ലോ ഡൗൺ ചെയ്ത് അവരെ കയറ്റി വിട്ടു. മനസ്സിലായി? അവരുടെ കാര്യങ്ങൾ മുഴുവൻ നടന്നതിന് ശേഷമാണ് ദൈവം എന്റെ കാര്യം പിന്നെ എടുത്തത്. അപ്പം കണ്ടോ,
അതിനകത്ത് എനിക്ക് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്കത് അപ്പളേ അറിയായിരുന്നു, മിക്കവാറും ഇത് ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അത് പോരാഞ്ഞിട്ട് അതിന് നെക്സ്റ്റ് എക്സാം, സാധാരണ അടുപ്പിച്ച് വരുന്ന എക്സാമിന് 42 ഡേയ്സ്, ഒരെണ്ണം ഫെയിൽ ആയി കഴിഞ്ഞാൽ അടുത്ത 42 ഡേയ്സിലെ നമുക്ക് 42 ഡേയ്സ് കഴിഞ്ഞ കോളിംഗ് പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് അറ്റംപ്റ്റിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്കാണെങ്കിൽ ഈ എക്സാമിന്റെ രണ്ടിന്റെ ഡേറ്റ് ഇച്ചിരി കയറി ഇറങ്ങി വന്നു. കറക്റ്റ് 42nd ഡേയിലാണ് മറ്റേ കോളിംഗ് പീരീഡ് ഓഫ് ആകുന്നത്. അതാണ് ലാസ്റ്റ് ഡേറ്റ് കൊടുക്കാൻ. രണ്ടാമത്തെ എക്സാമിന് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ വീണ്ടും സ്ലോ ഡൗൺ ചെയ്തു. മനസ്സിലായി? അപ്പം കണ്ടോ, ഇതിനു മുമ്പ് അടുപ്പിച്ച് എനിക്ക് എക്സാം എഴുതാൻ പറ്റിയിട്ടുമുണ്ട്. അത് വേറൊരു കാര്യം. അപ്പം യഥാർത്ഥത്തില് ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും നമുക്ക് ആ സമയത്ത് നമുക്ക് വിഷമമായിട്ട് തോന്നിയാലും യഥാർത്ഥത്തിൽ ദൈവം നമ്മളെ ഇത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുകയാണ്. നമുക്ക് കൂടുതൽ പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യത്തിലോട്ട്, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക്, അല്ലെ സേഫ് ആയിട്ടുള്ള ഒരു ടൈമിലേക്കാണ് ദൈവം നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നത്. അത് മനസ്സിലാക്കാതെ നമ്മള് ദൈവം എനിക്ക് അങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ ചെയ്തല്ലോ എന്നും പറഞ്ഞ് പിറുവിറുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതൊരു അബദ്ധമാണ്. യഥാർത്ഥത്തിൽ അതൊരു അബദ്ധമാണ്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ചിന്ത എത്തുന്നതിനെക്കാട്ടിൽ അപ്പുറത്തോട്ട് ദൈവത്തിന് നമ്മുടെ ചിന്ത എത്തും. നമ്മുടെ നിത്യത വരെ എവിടെ എത്തും, നമ്മുടെ ഒരു തീരുമാനം കൊണ്ട് നമ്മുടെ നിത്യത ഏത് വഴിക്കോട്ട് പോകും എന്ന് കാണാനും ഫ്യൂച്ചർ സൈറ്റും അത് എന്താ പറയാ മാനിപ്പുലേറ്റ് ചെയ്യാനും കഴിവും ശക്തിയുള്ള ആളാണ് ആര്? ദൈവം. അപ്പം ഈ ദൈവത്തെയാണ് നമ്മൾ പോയി പഠിപ്പിക്കാൻ നിൽക്കുന്നത്. എനിക്ക് അതായിരുന്നു വേണ്ടേ, എനിക്ക് ഇതായിരുന്നു വേണ്ടേ, ദൈവം എന്താ അത് തരാഞ്ഞ്, ഇതെന്താ തരാഞ്ഞ്. ആ തരാഞ്ഞതിനുള്ള റീസൺ ഒരുപാടാണ്. അത് ചിലപ്പോ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവഴി ഇങ്ങനെ പറന്നങ്ങ് പോകും. നമ്മളെ മറ്റേ വെൻഡ് ഓവർ യുവർ ഹെഡ് എന്ന് പറയുന്ന പോലെ നമ്മുടെ തലയിലോട്ടേ അത് കയറത്തില്ല. അതുപോലെ അതങ്ങ് പോകും. പക്ഷെ നമ്മളിത് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യാനുള്ള ടൈമും കാണത്തില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ആക്ഷൻസ് കാണും. ആ സമയത്ത് ദൈവം നമ്മളോട് അറിയിക്കത്തൊന്നുമില്ല. അപ്പളേ എടുത്ത് മാറ്റും. അപ്പളേ എടുത്ത് പൊക്കെടുത്ത് മാറ്റും. ഒന്നെങ്കിൽ ദൈവം നമ്മളെ ആ ഒരു ഇതിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കും എന്താണ് ചെയ്യേണ്ടത്. ഇത് നീ എടുത്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും ദൈവം നമ്മളെ പഠിപ്പിക്കും. ഇല്ലെങ്കിൽ അത് ആദ്യമേ എടുത്ത് മാറ്റിയിട്ട് പിന്നീട് മനസ്സിലാക്കി തരും. ഈ വഴി പോയായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നു ദൈവം നമ്മളെ പഠിപ്പിച്ച് മനസ്സിലാക്കി തരും. ഈ രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ് നമുക്ക് എന്തുകൊണ്ടും സേഫ്. ആദ്യത്തെ ഗ്രൂപ്പ് മറ്റേ ഈ കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയുന്നല്ലേ. കൊണ്ടറിയാനായിട്ട് ഒരിക്കലും നിൽക്കരുത്. അത് നമുക്ക് അത്ര നല്ലതല്ല. അത് നമ്മൾ എത്രമാത്രം വാശി പിടിക്കുന്നോ ആ ഗ്രൂപ്പിലായിരിക്കും നമ്മൾ. എത്രമാത്രം വാശി പിടിക്കുന്നവരാണോ ആ ഗ്രൂപ്പായിരിക്കും കൊക്കെന്ന് പറയുന്നത്. കൊണ്ടേ അറിയും. അവര് കൊള്ളിച്ചേ പഠിക്കത്തുള്ളൂ എന്നുള്ള നിർബന്ധ ബുദ്ധി അവർക്ക്. അപ്പൊ ദൈവം അങ്ങനെ വിടും. ശരി, നിന്റെ തീരുമാനം പോലെ പോട്ടെ. അതിന് പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ആര്? ശൗല്. ഇസ്രായേൽ മക്കളുടെ ആദ്യത്തെ രാജാവ് ആര്? ശൗല്. അത് യഥാർത്ഥത്തില് അതിനു മുമ്പ് ആരായിരുന്നു അവരെ ഭരിച്ചുകൊണ്ടിരുന്നത്? ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ പോലും ദൈവമായിരുന്നു അവരുടെ രാജാവ്. മനസ്സിലായി? ശമൂവേലിന് അതൊരു ഒരു ഒരു മനസ്സിനൊരു വിഷമമായെങ്കിലും, കാരണം അവൻ എന്നെ തള്ളിയല്ലോ എന്നുള്ളൊരു വിഷമമായി. കാരണം അവൻ അത്രയും ജീവിതത്തെ സൂക്ഷിച്ച് അത്രമാത്രം മുമ്പോട്ട് പോകാൻ ശ്രമിച്ചിട്ടും എല്ലാ വിധത്തിലും ദൈവത്തിന്റെ ഒരു വാക്ക് പോലും മാറ്റി പറയാതെ അതുപോലെ ന്യായപാലനം ചെയ്ത ഒരാളാണ് ശമൂവേൽ. കാര്യം ശരിയാ, അവന്റെ മക്കള് തോന്നിവാസം നടന്ന വേറെ ഒരു കൂട്ടർ. അത് കാരണമാണ് ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മക്കള് ഈ സ്ഥാനത്തോട്ട് വരുന്നവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അത് അവരുടെ കുഴപ്പം തന്നെ, ശരി തന്നെ. പക്ഷെ ശമൂവേലിന് അതൊരു ഇതായി പോയി. കാരണം ഞാൻ ഇത്രമാത്രം ഇവർക്ക് വേണ്ടി ഇങ്ങനെ നിന്നിട്ട് ഇവർ എന്നെ തള്ളിക്കളഞ്ഞല്ലോ എന്നുള്ളൊരു ചിന്ത വന്നു. അപ്പൊ ദൈവം അവനോട് പറയുന്നൊരു ഉത്തരവുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് എടുത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി വചനം അറിയാവുന്നവരുണ്ട്, അറിയാത്തവര് പിന്നെ പറഞ്ഞാൽ മതി, ഞാൻ റെഫറൻസ് ഇട്ട് തരാം. ദൈവം പറയുന്ന ഒരു ഉത്തരവുണ്ട്. എന്താ? അവർ നിന്നെയല്ല തള്ളിക്കളഞ്ഞത്, അവരെന്നെയാ തള്ളിക്കളഞ്ഞത്. എന്റെ കൽപ്പന അനുസരിച്ച് പോകാൻ പറ്റാതെ, എന്റെ ന്യായത്തിനോ എന്റെ നീതിക്കോ അനുസരിച്ച് പോകാൻ അവർക്ക് ഇഷ്ടമില്ലാത്തതിനാണ് അവര് ജാതികളെ പോലെ ഒരു രാജാവിനെ ആഗ്രഹിക്കുന്നത്. മനസ്സിലായി? അത് അവർക്ക് ഏറ്റവും വലിയ കെണിയായി തീരുകയും ചെയ്തു. ഇസ്രായേൽ മക്കള് വാശി പിടിച്ച് വാങ്ങിച്ച ഒരു കാര്യമാണ് ശൗൽ എന്ന് പറയുന്ന രാജാവ്. അത് അവർക്ക് നല്ല രീതിയിൽ പണിയും കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് വരെ ഇസ്രായേൽ മക്കളെ ദൈവത്തെ വിട്ട് പോയ സമയത്തല്ലാതെ യാതൊരുവിധ കുഴപ്പമില്ലാതെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് 100% നീതിയോടെ കൂടിയുള്ള ജഡ്ജ്മെന്റ് മാത്രമാണ് ഇസ്രായേലിൽ നടന്നുകൊണ്ടിരുന്നത്. രാജാക്കന്മാരുടെ വരവോടുകൂടി അതങ്ങ് മാറി. മനസ്സിലായി? ഹ്യൂമൻ ഇന്റർവെൻഷൻ വന്നപ്പോഴത്തേക്കിന് കുറച്ചൊക്കെ കൈ നേടാൻ തുടങ്ങി.
മനസ്സിലായോ? പൂർണ്ണമായിട്ടും ദൈവത്തിൽ ഏൽപ്പിച്ച് കൊടുക്കാത്ത രാജാക്കന്മാരെല്ലാം അവരുടെ കൈ നേടാൻ തുടങ്ങി. പൂർണ്ണമായിട്ട് ദൈവത്തെ തള്ളിക്കളഞ്ഞവന്മാരും രാജാവായിട്ടുണ്ട്. അപ്പോഴല്ലേ ഇസ്രായേൽ മക്കൾ വേറെ റൂട്ടിലാ പോയത്. മനസ്സിലായി? അപ്പം ഇത് ആദ്യമേ ദൈവത്തിന് ഇതപ്രകാരം പോയാ പോരായിരുന്നു. അത് പോകാതെ അവരുടേതായിട്ടുള്ള ഒരു ഹ്യൂമൻ ഇന്റർവെൻഷൻ വേണമെന്നും പറഞ്ഞുകൊണ്ട് അവരാഗ്രഹിച്ച് വാശി പിടിച്ച് വാങ്ങിച്ചതാണ് ശൗലിനെ. എന്നിട്ട് അവസാനം എന്തായെന്ന് അറിയാമല്ലോ. അപ്പം ഈ ഈ ഒരു പാർട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ട്. നമ്മൾ പല കാര്യത്തിലും നമ്മൾ വാശി പിടിച്ച് വാങ്ങിക്കുന്ന ആഗ്രഹം. ചിലപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൊക്കന്റെ ടീമിൽ എത്തിക്കഴിഞ്ഞാല് ദൈവം അങ്ങ് തരും, വാശി പിടിക്കുന്നത് അങ്ങ് തരും. പക്ഷെ അത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പാർട്ടായിരിക്കും അത്. ആ ഒരു പാർട്ടി നമുക്ക് ഒഴിവാകാൻ പറ്റും ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? യേശുക്രിസ്തുവാണ് നമ്മുടെ മാതൃക. യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, നമുക്ക് സാൽവേഷൻ തന്നു, എല്ലാം ശരി തന്നെ. അതോടുകൂടി തീരുന്നതല്ല ക്രിസ്ത്യ ജീവിതം. ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ ഫോളോ ചെയ്യണം. ഓരോ ഫുഡ് സ്റ്റെപ്സും അതുപോലെ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പം അത് പറ്റൂ? അത് പറ്റണം. അത് പറ്റിയാലേ നമ്മളങ്ങ് ചെല്ലത്തുള്ളൂ. ഇപ്പൊ ഓൾറെഡി നമ്മൾ പോകേണ്ട പാത്ത് ദൈവം ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്. എവിടെ കാല് കുത്തണം, എവിടെ ആണ് സേഫ് ആയിട്ട് പോകാൻ പറ്റുന്നത്, ആ എക്സാക്ട് പാത ദൈവം നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. യേശു നമ്മളെ ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. വെറുതെ മേളിൽ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് നീ അത് ചെയ് ഇത് ചെയ് എന്നല്ല പറഞ്ഞേ. മറ്റുള്ള എല്ലാ സ്വയപ്രഖ്യാപിത ദൈവങ്ങളും ചെയ്യുന്ന കാര്യം അത് തന്നെ. നീ അങ്ങനെ ചെയ്താൽ ഞാൻ ചെയ്യാം, ഇങ്ങനെ ചെയ്താൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. പക്ഷെ ഏക സത്യ ദൈവം മാത്രമാണ് ഇറങ്ങി വന്ന് കാണിച്ചു തന്നത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിന് പ്രയോജനമാവും. അതുപോലെ തന്നെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഓരോ കൽപ്പനകളും നമ്മള് അതിന്റെ ഡെപ്തിലോട്ട് ഇറങ്ങി ചിന്തിക്കുവാണെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താ, അത് നമ്മുടെ തന്നെ ശരീരത്തിനും ആത്മാവിനും പ്രയോജനമുള്ള കാര്യമാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇപ്പൊ യാഗം കഴിക്കുന്നത്. നമ്മൾ വിചാരിക്കും അവര് അത്ര കഷ്ടപ്പെട്ട് യാഗം കഴിക്കുന്നു, അവര് അവരുടെ കൂട്ടത്തിന് ഏറ്റവും നല്ലതിനെ കൊടുക്കുന്നു, അതെന്തോ വലിയ സംഭവം പോലെ, അതായത് അവരുടെ ത്യാഗം സഹിച്ച് അവര് ചെയ്യുന്ന പോലാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനല്ല. യഥാർത്ഥത്തില് ആ യാഗം കഴിക്കുന്നതാരാ? യാഗം കഴിക്കുന്നതാരാ? ഈ ആരാണോ യാഗം കഴിക്കുന്നത് അയാള് തന്നെയാണ് ആ മാംസം തിന്നുന്നത്. അതിനകത്ത് പുരോഹിതനും ആദ്യം മുപ്പല്ലിന് കുത്തി കിട്ടുന്ന പാർട്ട് ഫുള്ള് പുരോഹിതന് പോകും, അല്ലെ പുരോഹിതന്റെ കുടുംബത്തിന് പോകും. ബാക്കി ഭാഗം ആരാ? ഈ യാഗം കഴിച്ച ആൾ അയാളുടെ കുടുംബത്തിനുമാണ്. അപ്പൊ ദൈവത്തിന് എന്തോ പോകുന്നേ? ദൈവത്തിന് പോകുന്നത് മേധസ് എന്താ? ഫാറ്റ്. അപ്പൊ നമുക്കിപ്പൊ തന്നെ അറിയാം ഫാറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം എത്രമാത്രം പ്രശ്നക്കാരനാണ് എന്ന് നമുക്കറിയാം. അപ്പൊ യഥാർത്ഥത്തില് ദൈവം അവർക്ക് കൊടുത്തത് ഒരു ഹൈ പ്രോട്ടീൻ ഡയറ്റാ. മനസ്സിലായോ? അപ്പൊ ആലോചിച്ച് നോക്കിയ ആ മേധസ് മൊത്തം കത്തിപ്പോയി ബാക്കി എന്തുവാ? മസിൽസ് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മസിൽസ് മാത്രം ബാക്കി വരുന്നത്. അത് കഴിക്കുന്നവരാ? ഈ യാഗം കഴിച്ച ആള് തന്നെ. മനസ്സിലായി? അത് പഴയ നിയമം. ഇനി പുതിയ നിയമത്തിൽ വരുന്ന ഫാസ്റ്റിംഗ്. ഇതിന്റെ നേരെ പൊരുളാണ് എന്ത്? ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പഴയ നിയമത്തില് മേധസ് കത്തിക്കുന്നത് എവിടെ? പഴയ നിയമത്തിലെ സമാഗമന കൂടാരമാണ് ദൈവത്തിന്റെ ആലയം. യാഗമൃഗം എന്ന് പറയുന്നത് മറ്റൊരു മൃഗം. അതെല്ലാം ഫിസിക്കൽ അട്രിബ്യൂട്ട്സിലൂടെ സംഭവിക്കുന്ന ഒരു പാർട്ട്. അത് ആത്മീയമായിട്ടുള്ള ഒരു പാർട്ടിലോട്ട് വരുന്നുണ്ട്. പുതിയ നിയമത്തിൽ ആലയം എന്തുവാ? നമ്മൾ തന്നെ. നമ്മുടെ ശരീരമാണ് ആലയം. നിന്റെ ശരീരം എന്റെ മന്ദിരം. നശിപ്പിക്കുന്നതിനെ ഞാനും നശിപ്പിക്കുന്ന. അപ്പൊ സിഗരറ്റ് വലിക്കരുതെന്നോ അല്ലെങ്കിൽ മറ്റേ കഞ്ചാവ് വലിക്കരുതെന്നോ ഒന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അത് തെറ്റാണെന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ എങ്ങനെ തെറ്റാകുന്നേ? ഈ ഒരൊറ്റ വാക്യം കൊണ്ടാ. ദൈവത്തിന്റെ മന്ദിരമായിട്ടുള്ള നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന എന്ത് പരിപാടി കാണിച്ചാലും അത് പാപമാണ്. ആ ഒരു പാർട്ട് ആരും പറയത്തില്ല. കള്ളു കുടിക്കരുത്, സിഗരറ്റ് വലിക്കരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയും. നമ്മള് എന്താ പറയാ, നമ്മുടെ ശരീരത്തെ ദോഷമായിട്ട് ബാധിക്കുന്ന ഡയറ്റ് എടുത്താലും പ്രശ്നമാണ്. ആവശ്യമില്ലാത്ത വലിച്ചുവാരി കഴിച്ച് നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ട് പോയി കഴിഞ്ഞാൽ അതും തെറ്റാ. ആ പാർട്ട് ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അപ്പം ആലോചിച്ച് നോക്കിയേ, ഈ പുതിയ നിയമത്തില് ആളെ നമ്മുടെ ശരീരമാണ്. അപ്പൊ നമ്മുടെ ശരീരത്തെ നമ്മൾ എത്ര സൂക്ഷിച്ചാൽ പറ്റും? നമ്മുടെ ശരീരത്തെ നമ്മൾ സൂക്ഷിക്കണം. അപ്പം പഴയ നിയമത്തില് യാഗം കഴിക്കുന്നത് യാഗമൃഗത്തെ കഴിച്ച കത്തിക്കുന്നെങ്കില് ഇവിടെ നമ്മുടെ ശരീരത്തിലെ മേധസ് എന്തുവാ? ഫാറ്റ്. വേണമെന്ന് എപ്പോഴാ? നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ.
അപ്പം യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് ഫാസ്റ്റിന് ഒരു സെപ്പറേറ്റ് ശക്തിയുണ്ട്, ഒരു സെപ്പറേറ്റ് അതോറിറ്റി ഉണ്ട് അതിന്. യേശു ഭൂതങ്ങളെ പുറത്താക്കാൻ വേണ്ടി പറഞ്ഞ എന്തുവാ? ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങി പോവുകയില്ലെന്നാ പറഞ്ഞത്. അപ്പൊ ഈ ഉപവാസത്തിന് അത്രയും പ്രത്യേകത ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാ? അത് ഇതുകൊണ്ടാ. നമ്മൾ ഈ യാഗം കഴിക്കുന്നതിന് തുല്യമാ അത്. നമ്മൾ നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യുക. അത് ആത്മീയമായിട്ടുള്ള സൈഡ് അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ഫിസിക്കൽ അല്ലെങ്കിൽ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അയ്യോ ക്ഷീണമാ തളർച്ചയാ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും രുത്. നമ്മൾ ത്യാഗം സഹിക്കുന്നതല്ല ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിന് തന്നെയാണ് ഗുണം. അത് നിങ്ങൾ റിസർച്ച് സ്റ്റഡീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് യഥാർത്ഥമായിട്ട് സംഭവിക്കുന്നത് നമ്മുടെ ബോഡി ഹീലിംഗ് സ്റ്റേറ്റിലോട്ട് പോവുക. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഓർഗൻസിന് സംഭവിച്ചിട്ടുള്ള ഡാമേജുകൾ അത് റിപ്പയർ ചെയ്യുക ആ സമയത്ത്. പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡസ്റ്റൈൻസ്, നമ്മുടെ ഡൈജഷൻ സിസ്റ്റം ഫുള്ള് റിപ്പയർ മോഡിലോട്ട് പോവുക. അല്ലെങ്കിൽ ആലോചിച്ച് ചോദിക്കുക, 3 നേരം ഓരോ 4 മണിക്കൂർ ഇടവിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് യഥാർത്ഥത്തിൽ റെസ്റ്റേ കിട്ടുന്നില്ല. നമ്മൾ കണ്ടിന്യൂസ് ഇതിങ്ങനെ കൊടുത്തോണ്ടിരിക്കുക, ഫുഡ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. അതിനൊരു റെസ്റ്റ് വേണ്ടേ? ആ റെസ്റ്റ് കിട്ടുന്ന സമയം എപ്പോഴാണ്? നമ്മൾ കഴിക്കാതിരിക്കുമ്പോഴാണ്. റിപ്പയറിങ്ങിന്റെ സൈഡ് അതൊരു സൈഡ്. രണ്ടാമത്തെ വേറൊരു സൈഡ് ഉണ്ട്, പാരസൈറ്റ്സ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പാരസൈറ്റ്സ് ഉണ്ട്. മറ്റേ വിരകൾ പോലത്തെ, ടേപ്വോം പോലത്തെ ഉണ്ട്. പിന്നെ അല്ലാത്ത ഇൻവേസീവ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട്, വൈറസസ് ഉണ്ട്. ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഇതെല്ലാം എന്തിനാണ് ആശ്രയിക്കുന്നത്? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ആശ്രയിക്കുന്നത്. നമ്മൾ ആ സപ്ലൈ കട്ട് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്തുവാ? ഇതിനുള്ള സപ്ലൈ കട്ടാവുക. അപ്പം ഓട്ടോമാറ്റിക്കലി അത് ചത്തുപോകും. മനസ്സിലായി? അതുണ്ടാക്കുന്ന ടോക്സിൻസും ഇല്ലാതാവും. മൊത്തത്തിൽ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയും. അപ്പൊ യഥാർത്ഥത്തില് ഉപവാസം എടുക്കുന്നുണ്ടെങ്കിൽ ആർക്കാ പ്രയോജനം? ദൈവത്തിനാണോ? നമ്മൾ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ദൈവത്തിനാണോ പ്രയോജനം? യഥാർത്ഥത്തിൽ പ്രയോജനം നമുക്ക് തന്നെ. ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും നമ്മുടെ ആത്മീയമായിട്ടാണെങ്കിലും യഥാർത്ഥത്തില് നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ അത് നമുക്ക് തന്നെ പ്രയോജനം. ഏത് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാലും അത് നമുക്ക് തന്നെ പ്രയോജനം. ആ ഒരു പാർട്ട് മനസ്സിലാക്കാതെ അയ്യോ ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഒന്നുമില്ല. അത് നമുക്ക് തന്നെ പ്രയോജനം. ഇപ്പൊ തന്നെ യാഗം കഴിക്കുന്ന കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ പഴയ നിയമത്തില് ഇന്ന മൃഗങ്ങളെ കഴിക്കരുത്, ഇന്ന മൃഗങ്ങളെ നിനക്ക് കഴിക്കാം. മറ്റേ പന്നിയിറച്ചി ഒന്നും കഴിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പന്നിയിറച്ചി എന്ന് പറഞ്ഞാൽ ലോകത്തിലേക്കും ഏറ്റവും ഇമ്പ്യൂർ ആയിട്ടുള്ള മീറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പന്നിയിറച്ചി എന്ന് പറയും. കാരണം പാരസൈറ്റ്സിന്റെ സംസ്ഥാന സമ്മേളനം അതിൻ്റെ അകത്ത് ഒരുപാട് കേസസ് വന്നിട്ടുണ്ട്. അത് ഇപ്പം നമ്മളിപ്പോ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രശ്നങ്ങൾ വരത്തില്ല. കാരണം നമ്മൾ പരമാവധി അതിനെ വേവിച്ചില്ലായ്മ ചെയ്തിട്ടില്ലേ നമ്മൾ കഴിക്കത്തുള്ളൂ. പക്ഷെ വെളിരാജ്യത്തിൽ അങ്ങനല്ല. മീഡിയം റയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് പുറം മാത്രം കരിച്ചകം വേകാത്ത പോലത്തെ ഇത് കഴിക്കും. അപ്പൊ സംഭവിക്കുന്നത് എന്താ? ഈ ക്കുന്നില്ല. അപ്പം യഥാർത്ഥമായിട്ട് സംഭവിക്കുന്നത് എന്താ? ഇത് അവർ കൺസ്യൂം ചെയ്യുക. അത് ഇവരുടെ ബ്ലഡ് സ്ട്രീമിൽ മുഴുവൻ പോവുക. എവിടൊക്കെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ എവിടൊക്കെ പോകുന്നുണ്ട് അവിടെ എല്ലാം ഈ പറയുന്ന എഗ് മൊത്തം പോയി വീഴുക. അവിടെ എല്ലാം ഇത് വിരിഞ്ഞിട്ട് പാരസൈറ്റ്സ് ആകുക. മനസ്സിലായി? ഒരുപാട് കേസസ് വന്നിട്ടുണ്ട്. ഈ കണ്ണിലൊക്കെ കണ്ണ് ചൊറിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് സ്കാൻ ചെയ്യാൻ പോയിട്ട് കണ്ണിന്റെ അകത്ത് പാരസൈറ്റ്സ് കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട്. ബ്രെയിനിൽ വന്നിട്ടുള്ളതുണ്ട്. ഇതെല്ലാം അവര് ഹിസ്റ്ററി എടുത്ത് നോക്കുന്നുണ്ടെ അൺകുക്ക്ഡ് ആയിട്ടുള്ള ഈ പറയുന്ന മറ്റേ സുഷി പോലത്തെ ഇതൊക്കെ ഉണ്ടല്ലോ, അൺകുക്ക്ഡ് ആയിട്ടുള്ള ഈ പറയുന്ന ഈ പന്നിയിറച്ചി കഴിച്ചതിന്റെ അകത്ത് നിന്ന് കിട്ടിയതാ. അപ്പം ഇതൊരു ദൈവത്തിന് അടുത്തില്ല. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ദൈവം പറഞ്ഞതാ, ശുദ്ധിയുള്ള മൃഗം അശുദ്ധിയുള്ള മൃഗം. അങ്ങനെ തന്നെ ദൈവം എൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്, ശുദ്ധിയുള്ള മൃഗം അശുദ്ധിയുള്ള മൃഗം. പണ്ട് ഞാനിത് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്താ, ഇതിന് ശുദ്ധിയുള്ള മൃഗം ഇത് ശുദ്ധിയില്ലാത്ത മൃഗം, ഇത് ചെളി കിടക്കുന്നോണ്ടാണോ? അല്ല, അതിന്റെ അത് മറ്റേ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതാ. അത് സൃഷ്ടിച്ച ദൈവത്തിന് അറിയത്തില്ലേ? അതുകൊണ്ടാണ് ഇത് ഇന്നത് ഒഴിവാക്കാൻ പറഞ്ഞത്. ഈ ഫുഡ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് ബൈബിളില്. നമ്മൾ വിചാരിക്കാതെ നമ്മൾ ത്യാഗം സഹിക്കുക, ദൈവം നമുക്ക് തന്നേക്കുന്ന നിയമങ്ങൾ നമ്മൾ ത്യാഗം സഹിച്ച് നമ്മൾ അനുസരിക്കുകയാണ്. ഒന്നുമല്ല. അത് നമ്മുടെ ശരീരത്തിന് തന്നെ പ്രയോജനമുള്ള കാര്യങ്ങളാണ്. അതിനുവേണ്ടിയാ ദൈവം അത് പറഞ്ഞു തന്നേക്കുന്നത്. അത് മനസ്സിലാക്കാതെ നമ്മള് ഞങ്ങൾ അത് ചെയ്തു, ഞങ്ങൾ ഇത് ചെയ്തു. ഇത് ഇപ്പൊ ഞാൻ മുമ്പേ വായിച്ച കുറിവാക്യത്തിന്റെ മേളിലോട്ട് താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കർത്താവിനെ വിളിക്കുന്നവൻ മാത്രമല്ല ഞങ്ങൾ നിന്റെ നാമത്തിൽ അത് ചെയ്തു, പ്രവചിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പൊ ആ സമയത്ത് യേശു അവരോട് പറഞ്ഞെന്തോ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അവർ
ഞങ്ങൾ നിന്റെ നാമത്തിൽ ഇന്ന ഇന്നതൊക്കെ ചെയ്തു, പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് സ്വർഗം തന്നൂടാ എന്നാണ് ചോദ്യം ചോദിക്കുന്നത്. അതെന്തൊരു ചോദ്യമാ? ആലോചിച്ച് നോക്കി. യേശു പറയുന്നത് ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്നാ. മനസ്സിലായോ? അപ്പം ആ ഒരു ഇതിന്റെ അകത്ത് ഒരു എന്താ പറയാ, ഒരു ഒരു റൂഡായിട്ട് അങ്ങ് കട്ട് ചെയ്ത് വിടുന്നത് ഒരു പാർട്ട്, അതവിടെ നിൽക്കട്ടെ. യഥാർത്ഥത്തിൽ ആ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നുള്ള പാർട്ട് ഉണ്ടല്ലോ. അപ്പം ശരിക്കും പറഞ്ഞ ദൈവം നമ്മൾ അറിയുമ്പോഴാണ് നമ്മൾ സ്വർഗത്തിന് അവകാശികളാകുന്നത്. ദൈവം നമ്മളെ അറിയുന്ന എപ്പോഴാ? നമുക്ക് ദൈവത്തോടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് വരുമ്പോഴാണ്. നമുക്ക് ആ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ പോയി. ആ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അതും ഈ സാധിക്കത്തുള്ളൂ. ദൈവത്തോട് നമുക്ക് ഡയറക്റ്റ് ആയിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ മറ്റേ ഇതില്ലായിരുന്നു. ആ സ്ഥാനത്തോട്ട് യേശു നമുക്ക് വേണ്ടി അത് സാധ്യമാക്കി തന്നു. അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് എന്ത്? യേശു മരിച്ച് ക്രൂശിലെ പ്രാണനെ വിട്ടപ്പോ സംഭവിച്ച എന്താ? ഭൂമി കുലുങ്ങി, അന്ധകാരം വന്നു, എല്ലാം ശരി തന്നെ. ഒരു കാര്യം കൂടെ അവിടെ നടന്നു. അതിപരിശുദ്ധ സ്ഥലത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം ചീന്തിപ്പോയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മനുഷ്യനും ദൈവവും തമ്മിലുള്ള വേർപിരിവായിരുന്നു ആ തിരശീല. ആ തിരശീലയ്ക്ക് അപ്പുറത്തോട്ട് കടക്കാൻ ആകപ്പാടെ വർഷത്തിലൊരിക്കലും മഹാപുരോഹിതന് മാത്രം കയറിക്കൂടാൻ പറ്റിയിരുന്ന, അതും കുഞ്ഞാടിന്റെ രക്തത്തോടു കൂടി 100% സിൻലെസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് മാത്രം പോകാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു എന്ത്? കൃപാസനം. ഇപ്പോഴോ ധൈര്യത്തോടെ നിങ്ങൾ കൃപാസനത്തിലേക്ക് ചെല്ലുകയും. ആരാ സാധ്യമാക്കി തന്നെ? മനസ്സിലായി? ആ ഒരു എറ്റേണൽ സാക്രിഫൈസ് നമുക്ക് യേശു സാധ്യമാക്കിയതോടുകൂടി നമ്മ ആ ഒരു ഗ്യാപ്പ് മാറി. പഴയ നിയമത്തിൽ ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലായിടത്തും ദാസന. എന്റെ ദാസനായ യോബ്, എന്റെ ദാസനായ മോശ, എന്റെ ദാസൻ, എന്റെ ദാസൻ, ദാസന്മാരാ മുഴുവൻ. പുതിയ നിയമത്തിൽ വരുന്ന മാറി. യേശുവിന്റെ മരണത്തോടുകൂടി, യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റതോടുകൂടി മാറി. മക്കളായി. നിങ്ങൾക്ക് പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് തന്നേക്കുന്നത്. അപ്പം ആ പുത്രത്വത്തിന്റെ അധികാരം നമ്മൾ എടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം നമ്മൾ എടുക്കുന്നുണ്ടോ? നമ്മൾ ദൈവത്തോട് ഇപ്പോഴും പഴയ പോലെ ആണ്. പഴയ നിയമത്തിലെ ആൾക്കാർ ദൈവമേ ഞങ്ങൾ അങ്ങനെ അപേക്ഷിക്കുന്നു, ഇങ്ങനെ അപേക്ഷിക്കുന്നു, എനിക്ക് ആ ആഗ്രഹം സാധിപ്പിക്കണം, ഈ ആഗ്രഹം സാധിപ്പിക്കണം. നമ്മൾ മക്കളാ. നേരെ പോയി സംസാരിക്കാം, എപ്പോഴും സംസാരിക്കാം. ഇപ്പൊ വേറൊരു വാക്യം കൂടെ കാണിക്കാം. അല്ല, പറയാം. ഒരു മിനിറ്റ്. ആ 1 തെസ്സലോനിക്കർ 5:16, 17, 18. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യൻ, ഇതെല്ലാം നിങ്ങളെക്കുറിച്ചുള്ള ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. ഇതാണ് മറ്റൊരു ദൈവ ഇഷ്ടം. എപ്പോഴും ആവശ്യത്തിക്കുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രേസ് ഉണ്ട്, ഡു നോട്ട് ബി അഫ്രൈഡ്. പേടിക്കണ്ട. ഇത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തേക്കുന്നതിൻ്റെ അകത്ത് ഒരു ചില ഭാഗത്ത് അതൊരു കൽപ്പനയായിട്ടാ പറയുന്നത്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്നാ പറയുന്നത്. അപ്പം നമ്മളോട് കൽപ്പിക്കുവോ ഭയപ്പെടേണ്ടെന്ന്? അപ്പൊ അതൊരു ഓർഡർ ആയിട്ട് പറയണമെങ്കിൽ യഥാർത്ഥമായിട്ട് പേടിക്കുന്ന ആരാ? അപ്പം നമ്മള് തന്നെ. നമ്മളെ പേടിക്കുന്നോണ്ടാണ് ഈ പ്രശ്നം. ദൈവത്തിലുള്ള 100% വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യം ഇല്ല. ആ പേടിയുടെ ആവശ്യം നമുക്കില്ല യഥാർത്ഥത്തില്. പക്ഷെ നമ്മള് അതല്ല ചെയ്യുന്നത്. നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ കണ്ട് നമ്മള് അയ്യോ അങ്ങനെ സംഭവിക്കുമോ, നെക്സ്റ്റ് ഇത് മുമ്പിൽ ഇന്ന വാതിൽ അടഞ്ഞു, ഇനി എന്റെ മുമ്പിൽ ഒരു വഴിയില്ല, മൊത്തത്തിൽ അടഞ്ഞു പൂട്ടി നിൽക്കുക. അപ്പൊ നമ്മൾ മറന്നു പോകും. ദൈവം ആ വാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ദൈവം 10 വാതിൽ ഇപ്പുറത്ത് തുറന്നിട്ടിട്ടായിരിക്കും. മനസ്സിലായോ? മനുഷ്യർക്ക് സഹിക്കാവുന്നതിലധികം പരീക്ഷ ദൈവം തരത്തില്ല. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷകൾ ദൈവം ദോഷങ്ങളാൽ ദൈവം പരീക്ഷിക്കുന്നില്ല. മനസ്സിലായോ? പരീക്ഷിക്കുന്നെങ്കിൽ അത് പോക്കുവഴിയും കൂടെ തരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സൊല്യൂഷനും കൂടെ അതിന്റെ കൂടത്തിൽ തന്നെ ഉണ്ട്. ദൈവത്തിൽ ആശ്രയിക്കാൻ വിശ്വസിക്കുക, അത്രേ ഉള്ളൂ. സൊല്യൂഷൻ കഴിഞ്ഞു. ദൈവത്തിന് കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് കൊടുക്കുക, ദൈവത്തിന് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കുക, കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ആ ഒരു പാർട്ടാണ് ആൾക്കാർക്ക് ബുദ്ധിമുട്ട്. എല്ലാം എന്റെ തലയിൽ കൂടെ ഓടണം, ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ നടക്കണം, ഞാൻ പ്രതീക്ഷിച്ച പോലെ, ഞാൻ ആഗ്രഹിച്ച പോലെ നടക്കണം, അങ്ങനെ അല്ലെങ്കിൽ പോയി. അത് യഥാർത്ഥത്തിൽ നമ്മളെ തന്നെയാണ് ബാധിക്കുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ പല ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ പാതി ദൈവം പാതി. അങ്ങനെ ഒരു പാർട്ട് ബൈബിളിൽ നിന്ന് കാണിക്കാവോ? അങ്ങനെ ഒരു സംഭവം ബൈബിളിലില്ല. എല്ലാം ദൈവം തന്നെ.
മനസ്സിലായി. അതിന്റെ ആ ഒരു കാര്യത്തിന്റെ മണ്ടത്തരം എത്ര വലുതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആലോചിച്ച് നോക്കിയേ. ദൈവം എല്ലാ കാര്യങ്ങളും 100% പെർഫെക്ഷനിൽ ഏറ്റവും വർക്കിംഗ് ആയിട്ടുള്ള ഒരു പ്ലാനിൽ ഒരു ഡിസൈനിൽ ഒരു കാര്യം ചെയ്യുക. അപ്പൊ ഒരു 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 മെയിൻ ഒരു ഗോള്, അതിന്റെ അകത്ത് ഒരു 50% ആര് ചെയ്യുന്നു? ദൈവം ചെയ്യുന്നു. 50% നമ്മളെ ഏൽപ്പിക്കുന്നു. ദൈവം ചെയ്യുന്നത് 100% പെർഫെക്ഷനിൽ ഒരു കാര്യം ചെയ്യുക. ബാക്കി 50% ആരുടെ കൺട്രോളില? നമ്മുടെ കൺട്രോള്. എത്ര പെർഫെക്റ്റ് ചെയ്യാൻ പറ്റും? ദൈവത്തിന്റെ പെർഫെക്ഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് അപ്പം യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്തുവാ? ഇത് രണ്ടും മിസ്മാച്ച് ആവും. ഒറ്റ ഗോളിന് വേണ്ടിയാണ് രണ്ടുപേരും 50-50 ചെയ്തത്. ദൈവം ചെയ്ത പെർഫെക്ഷനും നമ്മൾ ചെയ്ത ഇംപെർഫെക്ഷനും രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് അവസാനം മൊത്തത്തിൽ കുളമാകുന്നതല്ലാതെ ആ കാര്യം നടക്കുമോ? നടക്കത്തില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 100%ഉം ആർക്ക് കൊടുക്കണം? ദൈവത്തിലേക്ക് കൊടുക്കണം. ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനിൽ കാര്യം മുമ്പോട്ട് പോകണം. നമ്മൾ വെറും ഒരു ടൂളായിട്ട് നിന്ന് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ആ കാര്യം 100% വർക്കിംഗ് ആണ്. ഏറ്റവും അതിലും പെർഫെക്റ്റ് ആയിട്ടൊരു പ്ലാൻ ഇല്ല. അപ്പം ഞാൻ പിന്നെയും കറങ്ങി തിരിഞ്ഞു വരുന്നത് എവിടാ? ദൈവ ഇഷ്ടത്തില. അപ്പം ആലോചിക്കുക, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തെ ഫുള്ളായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഒരു പ്രത്യാശ കിട്ടും. എന്ത്? നമ്മൾ സ്വർഗത്തിൽ പോകുന്നു. കാരണം ഈ ചെറിയൊരു ഒരുത്തം പോലും നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ എന്റെ പിതാവിന് ഇഷ്ടമല്ല. മനസ്സിലായി? അപ്പം ഈ പറയുന്ന ആൾക്കാർ നരകത്തിൽ പോകുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ളതുകൊണ്ടൊന്നും അല്ല. അത് അവര് തന്നെത്താനെ പോകുന്നതാ. ആ സ്ഥാനത്ത് അവര് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി, ദൈവത്തിന്റെ ഇഷ്ടം എന്തുവാ? അവർ സ്വർഗത്തിൽ പോകുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന് കൂടെ ജീവിക്കുന്നതാ. നിത്യത ദൈവത്തിനോട് ആകുന്നതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അപ്പൊ ഇവര് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ, അല്ലാതെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഗോൾ എന്തുവാ? നിത്യതയാ. ഉറപ്പായിട്ട് നമ്മൾ സ്വർഗത്തിൽ പോകും. അതാണ് നമുക്കുള്ള പ്രാഗൽഭ്യം. മനസ്സിലായി? കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായിട്ട് കഴിപ്പാൻ കഴിയില്ല. അതുപോലെ തന്നെ നിങ്ങൾ എന്നിൽ വസിച്ചാല് നിങ്ങൾ വളരെ ബലം കഴിക്കും. ആരാ? യേശു ആ പറഞ്ഞു. നമുക്ക് സ്വയമായിട്ട് നമുക്ക് നമ്മുടെ സ്വയനീതീകരണത്തിലോ നമ്മുടെ ന്യായീകരണത്തിലോ നമുക്ക് കേൾക്കാമല്ലോ അല്ലേ? ആ, ഓക്കെ. ആ, അപ്പം പറഞ്ഞ മനസ്സിലായില്ലേ? ഈ ഈ പറയുന്ന നമ്മുടെ സ്വയനീതീകരണത്തിൽ നമുക്ക് ഒരു ന്യായമുണ്ട്. അല്ലെങ്കിൽ ഇന്ന പോലെ നടക്കണം എന്നാലേ ശരിയാവത്തുള്ളൂ, ഇന്ന പോലെ കാര്യങ്ങൾ നടക്കണം എന്നാലേ ശരിയാവത്തുള്ളൂ എന്ന് നമ്മൾ നിർബന്ധം പിടിക്കുന്ന കുറെ പാർട്ടികളുണ്ട്. അതിൽ ഒരു എക്സാമ്പിൾ ആണ് ശൗല് തന്നെ. ഏഹ് ആ ദൈവ 1 ശമൂവേല് 15 അധ്യായത്തിൽ ഫുള്ള് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആകയാൽ ദൈവം കൽപ്പിക്കുക, ആകയാൽ നീ ചെന്ന് അമാലേക്കിനെ തോൽപ്പിച്ച് ഉള്ളതൊക്കെ നിർമൂലമാക്കി കളക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുലകുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവയെ മൊത്തത്തിൽ, അതായത് അങ്ങനെ ഒരു വംശം ബാക്കി ആ പേര് ഭൂമിക്ക് മേളിൽ കാണരുത്. അതുപോലെ അവർക്കുള്ള സകലവും നശിപ്പിച്ച് കളയാനാ ദൈവം പറഞ്ഞേക്കുന്നത്. മനസ്സിലായി? അത് ദൈവത്തിന്റെ നീതി. അതിൻ്റെ അകത്ത് പോയി ചോദ്യം ചെയ്യാൻ നിൽക്കരുത്. ചോദ്യം ചെയ്യാൻ നിൽക്കരുത്. അത് എന്തുകൊണ്ടെന്ന് ഞാൻ പറയാം. അപ്പോ ഇവൻ എന്തുവാ ചെയ്തേ? ഇവൻ ചെയ്തത് അതിന്റെ കംപ്ലീറ്റ് ഓപ്പോസിറ്റ്. അമാലേക്കരുടെ രാജാവായ അതിന്റെ 8:15 അമാലേക്കരുടെ രാജാവായ ആഗാഗനെ ജീവനോടെ പിടിച്ചു. ദൈവം എന്താ പറഞ്ഞേ? എല്ലാത്തിനും, അതായത് നമുക്ക് പിന്നെയും കരുണ തോന്നുന്ന ആരോടാ? സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടും പ്രായമുള്ളവരോടും. അവരെ പോലും വെറുതെ വിടരുതെന്നാണ് ദൈവം പറഞ്ഞത്. അപ്പൊ അവൻ ചെയ്തത് എന്തുവാ? അമാലേക്കരുടെ രാജാവ് ആഗാഗനെ ജീവനോട് പിടിച്ചു, ജനങ്ങളെ ഒക്കെ വാളിന്റെ വയറ്റിലെ നിർമൂലമാക്കി. എന്നാൽ ശൗലും ജനവും ആഗാഗനെയും ആട്, മാട്, ഇത് എടുത്തു പറഞ്ഞത് അവനോട് അതിനെല്ലാം കൊല്ലണമെന്ന്. എന്നിട്ട് അവൻ ചെയ്തത് എന്താ? ആട്, മാട്, തടിച്ച മൃഗം എന്നിവയിൽ മേത്തരമായവയെ കുഞ്ഞാടുകളെയും ഉത്തമമായതൊക്കെ നിർമ്മലമാക്കാൻ മനസ്സില്ലാതെ ജീവനോടെ സൂക്ഷിച്ചു. ഹീനവും നിസ്സാരവുമായതിനെ ഒക്കെ അവൻ നിർമൂലമാക്കി. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ശമൂവേലിനോട് ഉണ്ടായത്, ഞാൻ ശൗലിനെ രാജാവായി വാഴിച്ചതിനാൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു, എന്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. ഇതെങ്കിൽ ശമൂവേലിന്
വ്യസനമായി. അവൻ രാത്രി മുഴുവൻ യഹോവയോട് നിലവിളിച്ചു. കഴിഞ്ഞേ. അപ്പം ഇതിന്റെ അകത്തെ പാർട്ട് മനസ്സിലായോ? അപ്പൊ ഇവന്റെ ന്യായീകരണം എന്താണെന്നറിയാമോ? ഞാൻ ആ പാർട്ട് ഫുള്ള് വായിക്കുന്നില്ല. ഇതിന്റെ ന്യായീകരണം എന്തുവാ? അത് ഞാൻ യഹോവയ്ക്ക് യാഗം കഴിക്കാൻ വേണ്ടി പിടിച്ചതാ. അതായത് ദൈവത്തിന് കൊടുക്കും. അവൻ അവൻ അതിനകത്ത് മെത്തരമായതുകൊണ്ട് പിടിച്ചോണ്ട് വന്നിട്ട് ഞാൻ ദൈവത്തിനെ പ്രസാദിക്കാൻ വേണ്ടി ചെയ്യുവാന്ന്. അപ്പം വീണ്ടും ദൈവം അതിന് ഉത്തരം കൊടുക്കുന്നുണ്ട്. മനസ്സിലായേ? ആ ഇതിന്റെ 15:22 ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും ഇല്ല. ദൈവം അവനോട് പറഞ്ഞത് അതിനെ ഫുള്ള് കംപ്ലീറ്റ്ലി കളയാനാ. മനസ്സിലായി? നമുക്ക് അറിയാത്ത കുറെ ചരിത്രങ്ങളുണ്ട്. പഴയ ആദിമകാലത്ത് ഈ പറയുന്ന പോലെ വീണുപോയ ദൂതന്മാരുടെ ഒരു സംഖ്യയുണ്ട്. അവരെയാണ് ഡീമൺസ് എന്ന് പറയുന്നത്. ഈ ഡീമൺസിനെയാണ് യഥാർത്ഥത്തിൽ ഇവര് കല്ലും മണ്ണുമായിട്ടൊക്കെ ഉണ്ടാക്കി ആരാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഊമ വിഗ്രഹങ്ങളാണ് ശരി തന്നെ, പക്ഷെ അവര് കണ്ട ഒരു റിയൽ ഇമേജ് ഉണ്ട്. അത് ഈ പറഞ്ഞ ഡീമൺസാ. ഈ ഡീമൺസിനെയാണ് ഇവർ ആരാധിക്കുന്നത്. മനസ്സിലായി? അപ്പം ഈ ഡീമൺസിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഈ ഡീമൺസിനെ ഇത് ചെയ്യാൻ വേണ്ടി ഇവര് എന്ത് ചെയ്യും? കുരുതി കൊടുക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ സമ്മിശ്രമായിട്ടുള്ള ഇതുണ്ട്. ഈ വീണുപോയ ദൂതന്മാരും ഈ പറയുന്ന മനുഷ്യ സ്ത്രീകളും തമ്മിൽ ഉണ്ടായ പിള്ളേരാണ് എന്ത്? നെഫലിംസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പുരാതന കാലത്തെ വീരന്മാര്, കീർത്തിപ്പെട്ട മനുഷ്യർ തന്നെ എന്നൊക്കെ പറഞ്ഞ് ഉൽപ്പത്തിയിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ചിട്ടുള്ള ഭാഗങ്ങളായിരിക്കും. അപ്പം ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നത് എന്താ? ഈ ഡീമൺ മിക്സ്, ഈ പറയുന്ന ആൾക്കാര് ഡീമൺ മിക്സ് ആണ്. അതായത് പാതി ഡീമൺസും പാതി മനുഷ്യരുമാ. അപ്പൊ ആലോചിച്ച് നോക്കിക്കേ, അവരെയാണ് ദൈവം നിർമൂലമാക്കാൻ ഈ പറയുന്നത്. അതുപോലത്തെ ഒരു പാർട്ടാണ് ഈ പറയുന്ന അമാലേക്കർ എന്ന് പറയുന്നത്. അവരുടെ ഡിസെൻഡൻസ് ആയിട്ട് വരും. അതായത് അവരുടെ വംശത്തിന്റെ ഭാഗമായിട്ട് വരും. ഇവരുടെ ഭാഗത്ത് എവിടെയോ ഈ പറയുന്ന ഇമ്പ്യൂർ ആയിട്ടുള്ള ജീൻസ് കിടപ്പുണ്ട്. അവരെയാണ് ഭൂമിയുടെ മുകളിൽ നിന്ന് ശേഷിപ്പിക്കാതെ കളയാൻ ദൈവം കൽപ്പിച്ചത്. മനസ്സിലായി? നമ്മൾ നോക്കുമ്പോ അയ്യോ കുഞ്ഞുങ്ങളെ കൊല്ലരുത്, സ്ത്രീകളെ കൊല്ലരുത്, അവരൊക്കെ പാവങ്ങളല്ലേ, ദൈവം എന്താ ഇങ്ങനെ പറഞ്ഞ്. ഇവൻ ഈ പറയുന്ന നീതി ന്യായം തന്നെ ഉണ്ടാക്കിയതാരാ? ആരുടെ ഇതനുസരിച്ചാ നീതി ന്യായം മൊറാലിറ്റി ഒക്കെ വരുന്നത്? ദൈവം. ആ ദൈവം പറയുക നീ ഇതിനെ കൊല്ലണമെന്ന്. അപ്പൊ പിന്നെ നമ്മുടെ ഈ മുറുബുദ്ധിയും കൊണ്ട് അതിനെ ഇതാക്കാൻ തന്നെ കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇതാണ് പ്രശ്നം. ഇപ്പൊ മനസ്സിലായല്ലോ? നമ്മുടെ സ്വന്തമായിട്ടുള്ള ന്യായീകരണങ്ങളും നമ്മുടേതായിട്ടുള്ള വിശദീകരണങ്ങളിലും ഒക്കെ ജീവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു മനസ്സിലായല്ലോ? നമുക്കൊരു എക്സ്റ്റെന്റ് വരെ നമുക്ക് ചിന്തിക്കാനും മൊറാലിറ്റിയിൽ നമുക്ക് നിലനിൽക്കാനും പറ്റത്തുള്ളൂ. ദൈവം ഇല്ലാതെ നമുക്കൊന്നും പറ്റത്തില്ല. ഒരു വിധത്തിൽ നമുക്ക് ദൈവത്തിന്റെ ഹോളിനെസ് അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശുദ്ധിയായിട്ട് നമുക്ക് സ്വയമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റത്തില്ല. അത് പറ്റുമായിരുന്നെങ്കിൽ യേശുവിന് ഭൂമിയിൽ വരേണ്ട ആവശ്യമേ ഇല്ല. മനസ്സിലായി? അങ്ങനെ ഒരു കാര്യം സാധ്യമായിരുന്നു എങ്കിൽ യേശുവിന് ഭൂമിയിൽ വരേണ്ടതോ അല്ലെങ്കിൽ സാൽവേഷന്റെയോ ആവശ്യം ഇല്ലായിരുന്നു. മനസ്സിലായി? അങ്ങനെ ഒരു കാര്യത്തിന്റെ ആവശ്യമേ ഇല്ലായിരുന്നു. പക്ഷെ യേശു വന്നു. എന്തുകൊണ്ട്? ദൈവത്തിനാണ്. അല്ലെങ്കിൽ ദൈവം ഇല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, യേശു ഇപ്പം 3 നാളാ ഉയർത്തെഴുന്നേറ്റ്. ഈ 3 ദിവസം എവിടെയായിരുന്നു എന്ന് അറിയാമോ? ആർക്കെങ്കിലും അറിയാവുന്നവര് പറയാവോ? ഈ 3 ദിവസം യേശു എവിടെയായിരുന്നു? 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഉയർത്തെഴുന്നേറ്റ് വന്നത്. 3 ദിവസം എവിടെയായിരുന്നു? എന്ത് ചെയ്യുമായിരുന്നു? ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി ഭക്തന്മാരെ പിടിച്ചുകൊണ്ട് വന്നു. അത് തന്നെ. കറക്റ്റ്. അപ്പൊ ഈ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബദ്ധന്മാരെന്ന് പറയുന്നത്, അത് ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ പറഞ്ഞ ബദ്ധന്മാരെന്ന് പറയുന്ന ആരാ? പഴയ നിയമ വിശുദ്ധന്മാരാ. മനസ്സിലായോ? അവര് കാര്യം ശരിയാ, അവര് ന്യായപ്രമാണത്തില് ജീവിച്ചു, കാര്യങ്ങളൊക്കെ ശരിയാ. പക്ഷെ അവർക്ക് ഈ 100% ദൈവത്തിലോട്ട് എത്താനുള്ള ഇതില്ല. പഴയ നിയമത്തിൽ എവിടെ വേണേലും എടുത്തു നോക്കിക്കോ. ഈ പറഞ്ഞ ഏലിയാവിനെ ഹാനോക്കിനെ അല്ലാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരൊറ്റ കാര്യമില്ല, ഒറ്റ ഒരാളില്ല. അല്ലെ നിത്യതയെ പറ്റി അവർക്ക് പ്രത്യാശയേ ഇല്ല. അങ്ങനെ ഒരു സംഭവമേ അവർക്ക് അറിയത്തില്ല. മനസ്സിലായി? ഓരോ വിശുദ്ധന്മാരും മരിക്കുമ്പോഴും അവർ പിതാക്കന്മാരുടെ അവകാശത്തിലേക്ക് ചേർക്കപ്പെട്ടു. ഇത്രയേ ഉള്ളൂ. അല്ല അവര് ദൈവത്തിന്റെ അടുത്ത് പോയെന്നോ അല്ലെ സ്വർഗത്തിൽ പോയെന്നോ ഇതൊന്നും അല്ലത് പറഞ്ഞിട്ടില്ല. അപ്പൊ അതിനർത്ഥം എന്തുവാ?
ആ ഈ യേശു വരുന്നിടം വരെ അത് സാധ്യമേ അല്ല. മനസ്സിലായി? യേശുവിന് ശേഷമാണ് ആ പ്രത്യാശ വരുന്നത്. യേശു അതിനാണ് യേശു ഭൂമി വന്ന ആ ഒരു യേശു ഈ കാലം അത്ര 3.5 വർഷം പ്രസംഗിച്ചത് എന്തുവാ? സ്വർഗരാജ്യത്തെ പറ്റിയും ദൈവത്തെ പറ്റിയും പിതാവാം ദൈവത്തെ പറ്റിയും ഒക്കെയാ പ്രസംഗിച്ചത്. അല്ലെങ്കിൽ അങ്ങോട്ട് എങ്ങനെ എത്താം, ഞാനാകുന്നു വഴി, എന്നിലൂടല്ലാതെ ആർക്കും അങ്ങോട്ട് കടക്കാൻ പറ്റത്തില്ല. അപ്പം ഇവരെല്ലാം ഇങ്ങനെ മായം പൊളിച്ചിരിക്കുക. അങ്ങനൊക്കെ പറ്റുമായിരുന്നു, അങ്ങനെയൊക്കെ പറ്റുമോ? മനസ്സിലായി? ഇതാണ് അവർക്ക് ഈ രണ്ട് ചേരിയാകാനുള്ള മെയിൻ റീസൺ അതാ. കാരണം അവർ അതുവരെ അത് കേട്ടിട്ടും ഇല്ല, അവർക്കൊട്ട് അറിയത്തുമില്ല, ഇങ്ങനെ ഒരു ഐഡിയ ഇല്ല. മരിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു. അതുകൊണ്ടാണ് സദൂക്യർ എന്ന് പറഞ്ഞൊരു കൂട്ടം ഉണ്ടാകാനുള്ള കാരണം എന്താ? സദൂക്യർ എന്തുകൊണ്ടാ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാത്തെ? കാരണം പഴയ നിയമത്തിൽ അങ്ങനെ ഒരു സംഭവമേ പറയുന്നില്ല. പുനരുത്ഥാനം എന്നൊരു ആ ഒരു പ്രത്യാശയെ പറ്റി പഴയ നിയമത്തിൽ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ ഉറച്ചു വിശ്വസിക്കുന്നത്, ഇല്ല മരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു എന്ന് വിശ്വസിക്കുന്നത്. പക്ഷെ യേശു അവർക്ക് കാണിച്ചു കൊടുക്കുക എന്താണ് നെക്സ്റ്റ്. നെക്സ്റ്റ് എന്താണ്? ഇതുകൊണ്ട് തീരുന്നതല്ല ജീവിതം. നമുക്ക് ദൈവത്തിലോട്ടൊരു ഒരു പ്രത്യാശയുണ്ട്, ദൈവത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ആ ഈ പിതാവ് എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ആദ്യത്തെ വ്യക്തി ആരാ? യേശുവ. അതുവരെ നമ്മള് എന്താ യജമാനനെ കണ്ടിട്ടില്ലേ? ഇപ്പൊ ദൂതന്മാരെ ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് യജമാനനെ എന്നാ വിളിക്കുന്നത്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ ദാസന്മാരാ. അപ്പൊ ഈ ദാസ്യത്വത്തിന്റെ ആത്മാവിൽ കിടക്കുന്ന ആൾക്കാരാ മൊത്തം. അവരെ പിതാവിനെ വിളിപ്പിച്ച് പഠിപ്പിച്ചതാരാ? യേശു. ആ ഒരു അധികാരം കൊടുത്തതാരാ? യേശു. അപ്പൊ നമ്മൾ ആ അധികാരം ഉപയോഗിക്കുന്നുണ്ടോ? ഇപ്പോഴും നമ്മള് അപേക്ഷ പോലാണ്, പഴയ നിയമത്തിൽ അപേക്ഷ പോലാണ്. അതുപോലെ ഞാൻ മുമ്പ് ഒരു വാക്യം കാണിച്ചില്ലേ, എപ്പോഴും പ്രാർത്ഥിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ. ഈ സന്തോഷം എങ്ങനെയാ വരുന്നത്? ദൈവത്തിന്റെ ഹിതം മാത്രം ദൈവത്തിന്റെ ഹിതം നമ്മുടെ ആഗ്രഹങ്ങളാക്കിയ പിന്നെ നമുക്ക് ദുഃഖിക്കാൻ ഒരു റീസൺ പോലും കാണത്തില്ല. അത് ഞാൻ വെറുതെ പറയുന്നതല്ല, എന്റെ അനുഭവമാണ് പറയുന്നത്. അതിനു മുമ്പ് വരെ നമ്മുടെ ആഗ്രഹങ്ങൾക്കോ പ്രതീക്ഷകൾക്കോ ഒത്ത് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് നമുക്ക് വിഷമം വരുന്നത്. ശരിയല്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, അപ്പോഴാണ് പ്രശ്നം. നമ്മൾ ആഗ്രഹിക്കണ്ട, നമ്മൾ ദൈവത്തിന് ഹിതത്തിന് വിട്ടുകൊടുക്കുക. നമ്മുടെ ആഗ്രഹമേ ദൈവത്തിന്റെ ഹിതം നടക്കാൻ ആക്കി കഴിഞ്ഞാല് ദൈവത്തിന്റെ ഹിതം എന്തായാലും നടക്കും. അപ്പൊ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ പാത്തിലൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കൺഫേം ആയിട്ട് സ്വർഗത്തിൽ പോവുകയും ചെയ്യും. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഒരു വിഷയം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം എപ്പോഴും എന്താ ചെയ്യുന്നത്? നമ്മുടെ സേഫ്റ്റി, നമ്മുടെ നിത്യതയുടെ സേഫ്റ്റി ഇതെല്ലാം നോക്കിയിട്ടേ ദൈവം നമുക്കതിന് ഉത്തരം തരത്തുള്ളൂ. യെസ്, നോ, അല്ലെങ്കിൽ വെയിറ്റ്. ഇതിലേതെങ്കിലും ഒന്നേ വരത്തുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരവുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരവായിരിക്കത്തില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം കിട്ടാതെ വരുമ്പോൾ നമ്മൾ അയ്യോ ദൈവം എനിക്ക് ഉത്തരം തന്നില്ല എന്ന് പറയരുത്. ദൈവം ഉത്തരമൊക്കെ തന്നു. തരത്തില്ല എന്ന് പറയും, തരാമെന്ന് പറയും, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുമെന്ന് പറയും. മനസ്സിലായി? ഏതാണേലും നമ്മൾ അക്സെപ്റ്റ് ചെയ്തേക്കണം. ഓക്കെ, ദൈവം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, അപ്പൊ ഇതിന് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്, ഞാൻ ആഗ്രഹിച്ചതിനെക്കാട്ടി വലുതാ. അല്ലെങ്കിൽ ദൈവം ഇത് വേണ്ടെന്ന് പറഞ്ഞു, അപ്പൊ ദൈവം ഇത് റീപ്ലേസ് ചെയ്തിട്ട് വേറെ എന്തോ എനിക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ പറ്റുവാണെങ്കിൽ ഈ പറഞ്ഞ സാത്താനും ഇടയിൽ കയറി നമ്മളെ ഇട്ട് ഉരുട്ടാൻ പറ്റത്തില്ല. എത്ര നോക്കിയാലും നമ്മുടെ ചിന്തകളിൽ നമുക്കൊരു ചായ്വ് എങ്ങോട്ടാണോ അങ്ങോട്ടൊരു ഉന്ത് തരത്തേ ഉള്ളൂ സാത്താൻ. അല്ലാതെ അതിൻ്റെ അകത്ത് കയറി വന്നിട്ട് നമ്മളെ ഇട്ട് ഇങ്ങോട്ട് ഇത്തിരിക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് എങ്ങോട്ടാണോ ചായ്വ്, എന്നാ പിടിച്ചു ഒരു തെള്ളെന്നും പറഞ്ഞുകൊണ്ട് തെള്ളി ആ ചിന്തയിലോട്ട് ഇടുക ചെയ്യുന്നത്. ആ തെള്ളിന്റെ അകത്ത് വീണിട്ടാണ് നമ്മൾ ഇങ്ങനെ കിടക്കുന്നത്. ഇപ്പൊ ദൈവം പറയുന്നത് നിങ്ങള് ഭയപ്പെടേണ്ട, നിങ്ങൾ വിചാരപ്പെടേണ്ട, സകല ഭാരവും എന്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താന്നാ പറഞ്ഞേക്കുന്നത്. ഈ സകല ഭാരം എന്നാ പറഞ്ഞേക്കുന്നത്, അല്ലാതെ കുറച്ച് നീ പിടിക്കുക, കുറച്ച് ഞാൻ പിടിക്കാം, അങ്ങനെയാണോ പറഞ്ഞത്? സകല ഭാരം, നമ്മുടെ ജീവിതത്തിൽ എത്ര ഭാരങ്ങളുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അത് മുഴുവൻ ദൈവത്തിന്റെ കൊടുത്തേക്കണം. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വാങ്ങിക്കാനും നിൽക്കരുത്. അതും ഒരു പാർട്ടാണ്. അവിടാണ് ആൾക്കാർ വലയുന്നത്. അതായത് നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മൾ ദൈവമേ എനിക്ക് ഇന്ന കാര്യം വേണം, എനിക്ക് ഇന്ന പോലെ ഇന്ന ഒരു വിഷമം എന്റെ മനസ്സിൽ കിടപ്പുണ്ട്, ഞാൻ ഇത് ദൈവത്തെ ഏൽപ്പിക്കുക. ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഭാരം വരുമോ? ഭാരം വരുന്നപ്പോഴാണ് നമ്മൾ തിരിച്ച് തലയിലോട്ട് വാങ്ങിച്ചു വെക്കുമ്പോഴാ. തിരിച്ചു വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവം പറഞ്ഞോ എന്നാ ഒരു കാര്യം ചെയ്യ്, നീ കുറച്ചേരം നീ പിടിക്കുന്നു പറഞ്ഞു. നമ്മൾ തന്നെ പോയി തിരിച്ചു വാങ്ങിക്കുന്നത്, പിടി, ഞാൻ ഇനി പിടിക്കാന്നും പറഞ്ഞിട്ട് പിടിക്കുന്നു. ദൈവത്തിന് അതൊരു ഭാരമേ അല്ല. അത് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇപ്പൊ സ്കൂൾ വിട്ട് വരുന്ന ഒരു കുഞ്ഞു കൊച്ച് 20 കിലോയുടെ ബാഗ് അവന്റെ തോളെ കിടക്കുക.
അപ്പനാ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പൻ എന്തോ ചെയ്യും? ആ ബാഗ് എടുത്ത് തോളയിടും. പിള്ളേർ അവിടെ ഓടിച്ചാടി നടക്കും. ഈ കുഞ്ഞു പറയാ വേണ്ട, അപ്പന് അപ്പന് ഭാരം കൂടുതലായിരിക്കും, ഇനി ഞാൻ പിടിക്കാന്ന് ഏതെങ്കിലും പിള്ളേർ പറയൂ? അതുകൊണ്ടാണ് നമ്മളെ ശിശുക്കളായിട്ട് ദൈവം കാണുന്നത്, ദൈവത്തിന്റെ മക്കളായിട്ട് നമ്മളെ കാണുന്നത്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭാരമേ അല്ല. നമ്മളെ തിരിച്ചു വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അത് വിട്ട് കഴിഞ്ഞാൽ വിട്ടേക്കണം. ദൈവത്തിന്റെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ഇത് എന്റെ ദൈവത്തിന്റെ കൊടുത്തേക്ക്, എന്റെ അപ്പന്റെ ഞാൻ ഇത് കൊടുത്തേക്കുന്നത്, അതിനുള്ള പരിഹാരം ദൈവം തന്നോളും. പിന്നെ ഞാനത് തിരിച്ചു വാങ്ങിച്ചിട്ട് അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്യണം, ഞാൻ ഇങ്ങനെ ചെയ്യണം, നമ്മള് വിചാരിക്കും ഇത്ര കാര്യം ഞാൻ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന പോലെ ചെയ്താലേ പറ്റത്തുള്ളൂ, ആ ഓർഡർ വാങ്ങിക്കണം, അല്ലെങ്കിൽ ഇന്നടത്ത് ഞാൻ നിവേദനം കൊടുക്കണം, അങ്ങ് ചിന്തിച്ച് കുഴപ്പി നാശമായി നിൽക്കും. നമ്മൾ അതിനെപ്പറ്റി അറിയേണ്ട ആവശ്യമില്ല. എന്താ ചെയ്യേണ്ടത്, എന്തുവാ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടത്, എല്ലാം ഈ ഓരോ ഇൻസ്റ്റൻസിന് ദൈവം നമുക്ക് പറഞ്ഞു തരും. നമ്മൾ അതിനു വേണ്ടി നോക്കിയാൽ മതി. നമ്മളായിട്ട് വഴി കണ്ടുപിടിക്കാൻ നിൽക്കരുത്. എനിക്ക് ഒരുപാട് എക്സാമ്പിൾ പറയാനുണ്ട്. എന്റെ കൂട്ടുകാരുടെ ഇടയിൽ തന്നെ ഒരുപാട് പേരുണ്ട്. ഈ പുതിയ വർഷത്തില് അവര് ആ തിരിച്ചറിവോടുകൂടി അവര് മനസ്സിലാക്കി തന്നെ മനസ്സിലാക്കി കൊടുത്തു. അതോടുകൂടി അവരുടെ പ്രശ്നവും മാറി. അവർക്ക് അവരുടേതായ രീതിയിൽ അവര് കണ്ടുപിടിക്കുന്ന വഴിയിൽ കൂടെ കാര്യങ്ങൾ നടക്കണമെന്ന് നിർബന്ധം പിടിക്കുമ്പോഴാണ് അവർക്ക് ഈ ഭാരവും സങ്കടവും ടെൻഷനും എല്ലാം വരുന്നത്. എപ്പോഴാണോ അവര് ദൈവത്തിന്റെ ഫുള്ളായിട്ട് അത് കൊടുത്ത് കഴിക്കും, അവർക്ക് ടെൻഷനേ ഇല്ല. കാരണം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ നടക്കുന്നത്, എല്ലാം കറക്റ്റ് സമയത്ത് നടന്നു പൊക്കോണ്ടിരിക്കുക, എങ്ങനെ ഇത് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്നാ പറഞ്ഞത്. അപ്പം അതുപോലെ നിങ്ങൾ ആയി തീർന്നു കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് നിങ്ങൾ സ്വർഗത്തിലും പോകും. ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നിങ്ങൾ 100% വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഗുണം പലതാ. 100% നിങ്ങളുടെ സ്വർഗം ഉറപ്പാകും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്വർഗത്തെ പറ്റിയോ മരണത്തെ പറ്റിയോ ഇപ്പൊ എനിക്ക് പേടിയില്ല. അത് എനിക്ക് ദൈവത്തിൽ ആശ്രയിച്ച് എനിക്ക് പറയാൻ പറ്റും. ഇപ്പൊ എനിക്ക് പേടിയില്ല. കാരണം അത് ദൈവത്തിന്റെ ഉത്തരവാദിത്വം. ഞാൻ ദൈവത്തിന്റെ എന്റെ ഫുള്ള് ഇത് ഞാൻ ദൈവത്തിന്റെ കൊടുത്തേക്കുക. ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തേക്കുക. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. എന്റെ കയ്യിൽ കൺട്രോൾ നിൽക്കുന്നിടത്തോളം കാലം സാത്താനെ ഇടയിൽ കയറി ഇൻഫ്ലുവൻസ് ചെയ്ത് എന്നെ വഴിതെറ്റിക്കാൻ പറ്റും. എന്റെ കയ്യിലല്ല കൺട്രോൾ, ദൈവത്തിന്റെ അല്ല കൺട്രോൾ. ദൈവത്തിന്റെ ഇടയിൽ കയറി ദൈവത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ അവന്? നിങ്ങളും അങ്ങനെ ചെയ്ത് നോക്ക്. ചെയ്തു നോക്കുന്നില്ല, അതാ ചെയ്യേണ്ടത്. അത്രേ യേശുവും പറയുന്നുള്ളൂ. യേശു ആണെങ്കിലും ഭൂമിയിൽ വന്നപ്പോൾ മുഴുവൻ ചെയ്തത് എന്തുവാ? പിതാവിന്റെ ഇഷ്ടമാണ്. സ്വന്തമായിട്ട് ചിന്തകൾ വന്നു, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങണമേ, അത് സ്വന്തം ഇഷ്ടം. പിതാവിന്റെ ഇഷ്ടം എന്തുവാ? എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങനെ ഇഷ്ടം പോലെ ആവട്ടെ. യേശു ആ പാനപാത്രം വേണ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ കഴിഞ്ഞു, അതോടുകൂടി മനുഷ്യന്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ അവൻ ഒരിക്കലും ദൈവത്തിലേക്ക് അടുക്കാൻ യാതൊരുവിധ വഴിയുമില്ല. ആ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതാണ് സാൽവേഷൻ എന്ന് പറയുന്നത്. ആ പാനപാത്രം കുടിക്കാൻ തയ്യാറായതാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് കൃപ എന്ന് പറയുന്നത്, ഗ്രേസ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി നമുക്ക് അതിന്റെ ആഴത്തെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തുമാത്രം ഭാഗ്യം ചെയ്തവരാണ്, എന്തുമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. നമുക്ക് അതിന് യാതൊരു യോഗ്യത ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പം പിതാവിന്റെ ഇഷ്ടത്തിന്, നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ കംപ്ലീറ്റ് വിട്ടുകൊടുക്കുക. എന്ത് സംഭവിച്ചാൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം പ്രാർത്ഥിച്ചു ദൈവമേ ഇന്ന ഒരു കാര്യം എന്റെ മുമ്പിലുണ്ട്, ഇന്നൊരു ആഗ്രഹം എനിക്കുണ്ട്, അത് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ നടക്കണം, ഇല്ലേ അത് നടക്കണ്ട, ഇട്ടേക്ക്. അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം, നടക്കരുതെന്ന് തന്നെ പ്രാർത്ഥിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ എക്സാം എഴുതി കഷ്ടപ്പെട്ട് പഠിച്ചല്ല ശരി തന്നെ. ഞാൻ പ്രാർത്ഥിച്ച ദൈവമേ ദൈവഹിതമാണെങ്കിലേ ജയിക്കാവൂ, ഇല്ലെങ്കിൽ തോറ്റോട്ടെ, ഒരു കുഴപ്പമില്ല, തോറ്റു. ആ എക്സാം എനിക്ക് കിട്ടിയില്ല, അതിനകത്ത് എനിക്ക് വിഷമവുമില്ല. കാരണം എനിക്ക് മനസ്സിലായി ഇതിനെന്തോ ഒരു പർപ്പസ് ഉണ്ടെന്ന്. ആ സമയത്ത് എനിക്ക് വിഷമം വന്നു, അയ്യോ അതെന്തോ പറ്റി, എന്തുകൊണ്ടായിരിക്കും. അടുത്ത അരമണിക്കൂറിൽ എനിക്ക് അതിന് ഉത്തരം കിട്ടി. മമ്മി എന്നെ വിളിച്ച് മോനെ നീ വിചാരിക്കുന്ന പോലെ അത്ര പൈസ ഒന്നും എനിക്കില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് മമ്മി ഒരു സൈഡിൽ തുടങ്ങി. ഓൾറെഡി ഞാൻ റിസൾട്ട് അറിഞ്ഞിട്ടിരിക്കുക. നീ ഇപ്പൊ ഈ എക്സാം പാസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ വിടാൻ എന്റെ പൈസ ഇല്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് മമ്മി വിഷമം പറയാ. എക്സാം തോറ്റിട്ടിരിക്കുക. അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി ചിന്തിച്ചാ പോരെ. പിന്നെ മമ്മിക്ക് അതറിയത്തില്ല. മമ്മി അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ പറയാ, മമ്മി അത് പേടിക്കണ്ട, ദൈവം അത് നോക്കിക്കോളും. അതിന്റെ കൂടെ ഇതുകൂടെ പറഞ്ഞ് വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാതിരിക്കുക. പക്ഷെ ദൈവം അത് ചെയ്യുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്.
എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടി ഒരു 1000 പടി 10,000 പടി മുമ്പിലായിരിക്കും ദൈവത്തിന്റെ ചിന്തയും ദൈവത്തിന്റെ പ്ലാനും നമ്മളെ കുറിച്ചുള്ളത്. അപ്പം ഒരിക്കലും അതുമായിട്ട് കമ്പയർ ചെയ്യാനോ അതിനോട് മത്സരിക്കാനോ നിൽക്കരുത്. എപ്പോഴും അതിനു വേണ്ടി വിട്ടുകൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഭാരം വരത്തില്ല, ടെൻഷൻ ഇല്ല, ഭാരമില്ല, നമുക്ക് പ്രയാസങ്ങളില്ല, ഒന്നും വരത്തില്ല. ദൈവത്തിന്റെ ഹിതം അനുസരിച്ച കാര്യങ്ങൾ പോകുന്നേ, ഓക്കെ, എന്തായാലും നല്ലതിലോട്ടേ പോകത്തുള്ളൂ. ആ ഒരു വിശ്വാസം, പ്രത്യാശ, ആശ്രയം ഇത് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കൺഫേം ആയിട്ട് എഴുതി ഒപ്പിട്ട് തരാൻ നിങ്ങൾ സ്വർഗത്തിൽ തന്നെ പോകും. കർത്താവിന്റെ വരയിൽ നിങ്ങൾ പോയിരിക്കും. അതല്ല, നിങ്ങളുടേതായ രീതിയിൽ പോവുകയാണെങ്കിൽ എനിക്ക് ഗ്യാരണ്ടി ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം സാത്താൻ ഇടയ്ക്കറി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, തള്ളിയിടും, തള്ളിയിട്ടിരിക്കും. കാരണം ഏതെങ്കിലും വിധത്തില് സാത്താൻ അത്രയ്ക്ക് ടാക്ടിക്കലായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ കയ്യിൽ കൺട്രോൾ വെക്കരുത്. കാരണം നമ്മളെ തെള്ളിയിടാൻ അവൻ ഏതെങ്കിലും വഴി കണ്ടുപിടിക്കും. കൺട്രോൾ ദൈവത്തിന്റെ കൊടുക്കുക, ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുക. നമ്മളെ അവിടെ കൊണ്ടെത്തിച്ചിരിക്കും. ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ഗോൾ അതാ. നമ്മളെ, നമ്മുടെ നിത്യത ദൈവത്തിന്റെ അടുത്തായിരിക്കണം എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ഗോള്. അത് ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്. നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെപ്പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് മരണഭയമില്ല, കർത്താവിന്റെ വരവിനെ പറ്റി കേൾക്കുമ്പോ ഭയമില്ല. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. അയ്യോ, ഞാൻ പോകത്തില്ല എന്നാ എനിക്ക് ഉറപ്പ് എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനല്ല. എനിക്കറിയാം കർത്താവ് വരുന്നുണ്ടെങ്കിൽ എന്നെയും കൊണ്ട് പോകാനേ വരത്തുള്ളൂ, അല്ല ഞാൻ സമ്മതിക്കത്തില്ല. ഓൾറെഡി ഞാൻ ആ ഒരു കണ്ടീഷനിലാണ്. അതാണ് ഞാനും ദൈവം തമ്മിലുള്ള ഉടമ്പടി. അതാ, എന്റെ കൺട്രോൾ ഫുൾ എടുത്തോ, എന്നെ എങ്ങനെ വേണേലും ഉപയോഗിച്ചു, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ സ്വർഗത്തിൽ കാണണം, അത്രേ ഉള്ളൂ. എനിക്ക് വേറെ ഒരു ഡിമാൻഡും ഇല്ല. ഇന്ന പോലെ നടക്കണം, എനിക്ക് വീട് വേണം, കാർ വേണം, അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ദൈവമേ, സ്വർഗരാജ്യത്തില് എനിക്ക് സ്ഥാനം ഉണ്ടെങ്കിൽ എന്നെ എങ്ങനെ വേണേലും ഉപയോഗിച്ചോ, എന്ത് വേണേലും ചെയ്തോ, ഏത് പാതയിലൂടെ നടത്തിക്കോ, എനിക്ക് പ്രശ്നമില്ല. ദൈവത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ വിട്ടു തന്നേക്കുക. അന്ന് മുതൽ ഈ നിമിഷം വരെ എനിക്ക് സ്വർഗരാജ്യത്തെ പറ്റി ടെൻഷനില്ല, കർത്താവിന്റെ വരവിനെ പറ്റി ടെൻഷനില്ല, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെ പറ്റി ടെൻഷനില്ല, എന്റെ ഭാവിയെ പറ്റി ടെൻഷനില്ല, ഒന്നിനെ പറ്റി എനിക്ക് ടെൻഷനില്ല. കാരണം ചെയ്യുന്നത് ആരാ? ദൈവ. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനും ഏറ്റവും പെർഫെക്റ്റ് ഡിസൈൻ ഉണ്ടാക്കാൻ കഴിവുള്ള, ശക്തിയുള്ള ആളാണ്, അധികാരമുള്ള ആളാണ്. പിന്നെ എനിക്ക് അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ ഒരൊറ്റ പ്രാർത്ഥന ജെന്യൂനായിട്ട് നിങ്ങൾ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫ് എടുത്തു മാറ്റുപോലെ മാറിപ്പോവും. എന്റെ ഫ്രണ്ട്സിൽ എനിക്ക് ഉണ്ട്, എക്സാമ്പിൾ പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഇത്ര എനിക്ക് പറയാനുള്ളൂ, ദൈവ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും, നമ്മുടെ സ്വർഗം നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. അപ്പം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.